Recording in progress. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ എനിക്കും റിജോയ്സ് മിനിസ്ട്രിയുടെ ഒരു മീറ്റിങ്ങിലൂടെ ദൂരത്തിരുന്നുകൊണ്ട് വളരെ സ്നേഹമുള്ള കർത്താവിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ, ഒപ്പം സൂമിൽ എനിക്ക് ഏറ്റവും പ്രിയരായ ദൈവത്തിന്റെ പ്രിയ മക്കളായിരിക്കുന്നവർ, ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാനും നിങ്ങളെ ശുശ്രൂഷിക്കാനും എല്ലാം കർത്താവ് തരുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് നല്ലവനും വിശ്വസ്തനുമായി ഇത്രത്തോളം കൂടെ ഇരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ദൈവീക ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കൃപകളിലൊക്കെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. ആ ദൈവത്തിന്റെ എല്ലാ കരുണയ്ക്കും എല്ലാ അനുഗ്രഹത്തിനും എല്ലാറ്റിനായിട്ടും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ സമയം തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രാർത്ഥനയോടെ നാം ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ദൈവദിനം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ. നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകാൽ ദൈവദിന ശുശ്രൂഷ റിജോയ്സ് മിനിസ്ട്രിയിലെ ദൈവമക്കൾ, സൂമിലായിരിക്കുന്നവർ, കർത്താവിന്റെ വചനത്തെ വളരെ വളരെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ദൈവിക ആലോചനകളും ദൈവത്തിന്റെ ദൂതുകളൊക്കെ കൈപ്പറ്റിയവരുമായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളിൽ പലരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനം നാം സ്വീകരിക്കുന്നത് ഏത് പ്രകാരമെന്നും എങ്ങനെയെന്നൊക്കെ വളരെ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ദൈവമക്കളാണെന്നറിയാം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രതീക്ഷയോടെ ആയിരിക്കാം. വിശിഷ്യാൽ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മീകത്തിനെല്ലാം നമ്മുടെ പ്രതികരണം ഏറ്റവും അനിവാര്യമാണ്. കാഴ്ചക്കാരായിരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളിത് കണ്ടു കേട്ട് മടങ്ങത്തേ ഉള്ളൂ. എന്നാൽ ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ, വചനം നമ്മോട് ഇടപെടുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പകരാൻ ദൈവമായ കർത്താവ് ഇടയാക്കും. യേഹുവിനെ അഭിഷേകം ചെയ്തതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. എലീശ പ്രവാചകന്റെ ശിഷ്യനായിരിക്കുന്ന ഒരാളാണ് ചെന്ന് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നായകന്മാർ, അഥവാ അദ്ദേഹം ഒരു പട്ടാളത്തലവനായിരുന്നു, പട്ടാളത്തിലെ നായകനായിരുന്ന ആഹാബിന്റെ സൈന്യത്തിലെ ആഹാബിന്റെ ആ ഭരണകാലത്ത് സൈന്യാധിപനായിരുന്ന നായകനായിരുന്ന ഒരാളായിരുന്നു. അഭിഷേകം ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് നായകന്മാരായിരിക്കുന്ന ലീഡേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്താണ് പ്രവാചക ശിഷ്യൻ തൈലക്കൊമ്പിൽ തൈലവുമായിട്ട് ചെല്ലുന്നത്. ആ ഭാഗം വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്. അവിടെ ചെന്നിട്ട് ഒരു കൂട്ടം നായകന്മാർ, ഇപ്പൊ നിങ്ങൾ ഹാളിൽ ഒരുമിച്ചിരിക്കുന്നത് പോലെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഈ അഭിഷേകം ചെയ്യേണ്ട ശുശ്രൂഷകനായിരിക്കുന്ന ആള് വാതുക്കെ ചെന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, നായക, നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് നായകന്മാരിരിക്കുന്ന ആ സദസ്സിൽ നായക, നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും നായകന്മാരാണ്, പക്ഷെ ആരും ഒന്നും മിണ്ടിയില്ല. യേഹു ചോദിച്ചു, ആരോടാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചക ശിഷ്യൻ പറഞ്ഞു, നിന്നോട് തന്നെയാണെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കാര്യപരിപാടികളൊക്കെ പ്രീ പ്ലാനഡാന്ന് എനിക്കറിയാം, പക്ഷേ ആര് പ്രതികരിക്കുന്നു അവരുടെ മേലിരിക്കും അഭിഷേകം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നൊരു ചിന്താഗതിക്കകത്തിരിക്കരുത്. കർത്താവ് എന്ത് പറഞ്ഞാലും ഒരു ക്യൂരിയോസിറ്റി കാണും. ഇത് ആരോടാണ്? എന്നോടാണോ? എൻ്റെ മക്കളോടാണോ? എൻ്റെ കുടുംബത്തോടാണോ? എൻ്റെ സഭയോടാണോ എന്നൊരു ചിന്തയിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് എന്തിടപെട്ടാലും, ചെറിയ കാര്യം പറഞ്ഞാലും വലിയ കാര്യം പറഞ്ഞാലും, അത് എന്നോടാണ്, എൻ്റെ തലമുറയോടാണ്, എൻ്റെ വിഷയത്തോടാണ് എന്നൊരാകാംക്ഷയോടെ തലയ്ക്ക് മുകളിലൂടെ ദൂത് പോകുകയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ നമ്മളിലേക്ക് ദൈവത്തിന്റെ ദൂത് എത്തിച്ചേരേണ്ടതിന് പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് ഇടപെടട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ നാം വചനത്തിലേക്ക് തിരികെയാണ്. വളരെ ലളിതമായ ഒരാത്മിക ചിന്ത നിങ്ങളോട് പങ്കുവെക്കാനാണ് ഹൃദയത്തിനകത്ത് പ്രേരണ. ആ വാക്യം അല്ലെങ്കിൽ ആ ചിന്ത
വിശദീകരിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ജനത്തോട് വേണ്ടും വണ്ണം ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 14 വാക്യം, 14 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 14 വാക്യം. ഇപ്രകാരമാണ് വാക്യം: നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കാണിത്. കർത്താവായ യേശു പ്രാർത്ഥനയെക്കുറിച്ച് പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളായിരുന്നു. ശിഷ്യന്മാരെയും തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. പ്രാർത്ഥിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് ഉപദേശിച്ച ആളാണ് കർത്താവായ യേശു. എപ്പോഴാണ് ഇതൊക്കെ നടന്നതെന്ന് നിങ്ങളുടെ ആശ്ചര്യകരമായ ചിന്തിക്കാത്തുണ്ടോന്ന് അറിയല്ല. ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ചന്ദ്രരോഗം പിടിപെട്ട ഒരു മകനെയും കൊണ്ട് ഒരപ്പൻ കർത്താവിന്റെ അടുക്ക വന്നപ്പോ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയ സംഭവം സുവിശേഷത്തിലുണ്ട്. യേശുക്രിസ്തു പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് ആ അപ്പനെ അടുക്ക വിളിച്ചു, മോനെ സൗഖ്യമാക്കി. ചില വഴക്കൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷെ കർത്താവ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരടുക്ക ചെന്നിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു അവരോട് വളരെ ശാന്തമായി പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്: പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുകയില്ല. യേശു ഉപദേശിച്ചു, മക്കളെ, എന്തൊക്കെ ആരുടെയൊക്കെ കൂടെ നടന്നാലും, എത്ര കൊല്ലം പുറകെ നടന്നാലും, നിങ്ങൾക്ക് എന്തെല്ലാം അധികാരം കിട്ടിയാലും പ്രാർത്ഥിക്കാതെ വിഷയങ്ങൾക്ക് മാറ്റം വരില്ല. ഇത് ഉപദേശിച്ചതാണ് കർത്താവ്. ഇന്നും ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഓർപ്പിക്കാം, എത്ര വലിയ വിഷയമുണ്ടെങ്കിലും, ആരുടെയൊക്കെ കൂടെ നിന്നാലും, ഏത് അപ്പന്റെ മോനാണെങ്കിലും ഏത് അമ്മച്ചിയുടെ മോളാണെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഒരു പരിധി കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരുള്ളൂ. യേശു പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ ഏത് തടസ്സങ്ങളും നീങ്ങിപ്പോകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേ നിങ്ങളെ ഓർപ്പിക്കാം, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ആശങ്കയോടിരിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവമായ കർത്താവ് ചില കാര്യങ്ങളെ ദൈവത്തിന് വിടുതലാക്കി തരുമെന്ന് വിശ്വസിക്കണം. എല്ലാരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നതല്ല. എല്ലാരും സഭയിൽ വരെ ഞാനും വരുന്നതല്ല. പ്രാർത്ഥിക്കാൻ കർത്താവ് ഓർപ്പിച്ചു. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് ഉപമയായി പറഞ്ഞു, പഠിപ്പിച്ചൊക്കെ ചെയ്തു. പ്രാർത്ഥനയ്ക്ക് മാതൃകയായി 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 കാര്യം. പ്രാർത്ഥിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ഉതകുന്നത്. അത് ലളിതമായ ചിന്തയാണ്, പക്ഷേ ഗൗരവത്തോടെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. 5 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത്. വേറെ ലേഖനങ്ങൾക്കകത്തൊക്കെ പ്രാർത്ഥനയെ കുറിച്ചുള്ള ക്ലാസ് അല്ല, നമ്മളൊരു അനുഗ്രഹീത യോഗമായിരിക്കാൻ അതിലേക്ക് നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും. യേശുക്രിസ്തു പറഞ്ഞ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന 5 കാര്യങ്ങളെ കുറിച്ച് തിരുവെടുത്ത് ദ്വാര ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുക. അതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, വേദപുസ്തകത്തിൽ ആദ്യമായി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ദൈവമാണ്. ആദ്യത്തെ പ്രാർത്ഥന എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായത് ദൈവത്തിൽ നിന്നാണ്. എവിടാണെന്ന് അറിയാമോ? അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. 20-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവിടെയാണ് ആദ്യമായിട്ട് പ്രാർത്ഥന എന്നൊരു വാക്ക് കയറി വരുന്നത്. അതിനേക്കാൾ മുമ്പ് ആദാം പ്രാർത്ഥിച്ചായിരുന്നോ, അതല്ലെങ്കിൽ സ്തോത്രം നോഹ പ്രാർത്ഥിച്ചായിരുന്നോ എന്നൊക്കെയുള്ള കുറെ ചിന്തകൾ വരും. ഞാൻ അത്രയും വിമർശനാത്മകമായ രീതിയിലല്ല ആ കാര്യം പറയുന്നത്. പ്രാർത്ഥന എന്നൊരു വാക്ക് ആദ്യമായിട്ട് ബൈബിളിൽ ഉപയോഗിക്കപ്പെടുന്നത് ദൈവമാണ് പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറയുന്നത്. സ്തോത്രം. അത് അബിമേലെക്ക് എന്ന് പറയുന്ന ഒരു രാജാവിനോടാണ് പറയുന്നത്.
അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലേ നീ ജീവിച്ചിരിക്കുകയുള്ളൂ. ദൈവം ഒരിക്കലും പോഷ്ക്ക് പറയുന്നതല്ല. ദൈവം പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ്, ഇല്ലാത്തതൊന്നും പറയുകയല്ല. അപ്പൊ നീ ജീവിച്ചിരിക്കുക, രാജാവ് ജീവിച്ചിരിക്കാൻ പ്രവാചകൻ പ്രാർത്ഥിക്കണം. ഈ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചിലര് പ്രാർത്ഥിച്ചാൽ ചിലര് ജീവിച്ചിരിക്കും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് വെറുതെ മൂക്കിൽ ശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ളതല്ല. വേദപുസ്തകം പറയുന്നത് അതിനൊക്കെ വിശാലമായ അർത്ഥമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആ വാക്യത്തിലേക്ക് ലക്ഷ്യം വെക്കാതെ എനിക്ക് കർത്താവ് പറഞ്ഞ വാക്യത്തിലേക്ക് പോകേണ്ടത് ആവശ്യമായിരിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ പറയാം. സ്തോത്ര ഹല്ലേലൂയ. ഒരു കാര്യം ദൈവം പറഞ്ഞു, നീ ജീവിച്ചിരിക്കണമെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ചാൽ ചിലർ ജീവിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് പറയുമ്പോൾ ആ വാക്ക് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് രോഗങ്ങളോ പ്രയാസങ്ങളോ എന്ത് കാര്യമാണെന്നറിയില്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഈ വാക്യം പറയുമ്പോൾ വിശ്വാസത്തോടെ എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ സഭയിലുള്ളവർ, എൻ്റെ കർത്താവെ, എൻ്റെ ബന്ധത്തിലുള്ളവർ, കർത്താവെ, മരണം ദൈവമായ കർത്താവാണ് നിശ്ചയിക്കുന്നത്. നിനക്ക് സമയമുണ്ട്. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് പറയുമ്പോൾ ഒരു വാക്യമായി കാണാതെ ദൈവസന്നിധിയിൽ കർത്താവിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, യേഹു ചോദിച്ചതുപോലെ, ദൈവമേ ഇത് എന്നോടാണ് ഈ പറയുന്നതെന്നുള്ള ആ ചിന്താഗതിയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം, ജീവിച്ചിരിക്കും. എത്ര പ്രയാസം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലർ ജീവിച്ചിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏത് രോഗത്തിന്റെ മേലും ഏത് കഷ്ടത്തിന്റെ മേലും ഏത് പ്രയാസത്തിന്റെ മേലും ഒരു വിടുതൽ പ്രാർത്ഥനയാൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ദൈവസഭ എന്തുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കാതെ ആത്മാവിന്റെ ബലത്തോടെ പറ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വരമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലർ ജീവിച്ചിരിക്കാനുള്ള വരം. അത് ദൈവാത്മാവ് തരട്ടെ, റിജോയ്സ് മിനിസ്ട്രിക്ക് തരട്ടെ, നിങ്ങൾ ചിലർക്ക് തരട്ടെ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചിന്തിക്കാൻ തയ്യാറാകും, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ചിലർ ജീവിച്ചിരിക്കട്ടെ. ചില രോഗികൾ, ചില ഭാരമുള്ളവർ, ചില കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവർ, ചില മരണത്തെ മുഖാമുഖം കാണുന്നവർ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് വരമായി ലഭിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്ക്. കർത്താവിന്റെ ആത്മാവ് പറയുന്നത് നീ പ്രാർത്ഥിച്ചാൽ അവൻ ജീവിച്ചിരിക്കുമെന്ന്. അങ്ങനെ ഒരു കാര്യം ഈ രാജാവിനോട് ദൈവം പറയാനുണ്ടായ കാരണം ഈ പ്രസംഗത്തിന് പ്രസക്തമല്ലെങ്കിലും ഞാൻ ആ കാര്യം നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചുണർത്താൻ വേണ്ടി ആഗ്രഹിക്കുക. അതിന്റെ കാരണം ഈ 20-ാമത്തെ വാക്യത്തിനകത്ത് 20-ാമത്തെ അധ്യായത്തിനകത്ത് വായിക്കുന്നത്, അബ്രഹാം തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടത് കാദേശിന്റെ സൂര്യന്റെ മധ്യേ കുടിയിരുന്നു, ഗരാറിൽ പരദേശിയായി പാർത്തു. ഗരാർ രാജാവായിരിക്കുന്ന അബിമേലെക്ക് അദ്ദേഹം അവിടെ പാർക്കുന്ന സമയം സാറയെ, അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറയെ പിടിച്ചോണ്ട് പോയി എന്ന് എഴുതിയിരിക്കുന്നത്. ആളയച്ച് സാറയെ കൊണ്ടുപോയി എന്നാണ് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 18-ാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമിന്റെയും സാറയുടെയും വീട്ടിൽ വന്ന ചരിത്രം നിങ്ങൾക്ക് അറിയായിരിക്കും. 18-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം മമ്രയുടെ തോപ്പിൽ പാർത്തിരിക്കുന്ന സമയം. ആ സമയത്ത് ദൈവമായ കർത്താവ് 3 പേർ വീട്ടിലേക്ക് വന്ന് കയറുന്നു. ദൈവം അവന്റെ പ്രത്യക്ഷനായതാണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ആ സംഭവം ഞാൻ റിജോയ്സ് മിനിസ്ട്രിയോട് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അബ്രഹാം സ്വതന്ത്രം ആ മരത്തിന്റെ ചുവട്ടിൽ ഇരുത്തിയിട്ട് ആഹാരം കൊണ്ട് കൊടുക്കുകയും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്ത ആ സംഭവം വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. ദൈവം മനുഷ്യന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചത് ഒരു ബാലരമക്കഥയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ ആ സംഭവം കഴിഞ്ഞു. അപ്പൊ ആഹാരം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സാറ എന്തെന്ന് ചോദിക്കുന്നു ദൈവം. അപ്പൊ കൂടാരത്തിനകത്തുണ്ടെന്ന് പറയുന്നു, പുറത്തേക്ക് വിളിക്കുന്നു. അപ്പൊ സാറയോട് പറയുകയാണ്, അടുത്ത വർഷം ഈ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വരും, അപ്പോൾ സ്തോത്രം നിനക്കൊരു സന്തതി ഉണ്ടാകും എന്ന് സാറയോട് പറഞ്ഞു. ഒരു മകൻ ഉണ്ടാകുമെന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞു. അപ്പൊ സാറ ചിരിച്ചതിന്റെ കാര്യമൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 12-ാം വാക്യത്തിൽ, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, കേട്ടോളണേ. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോ അവിടെ അവര് തന്നെ സമ്മതിക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ എന്റെ സഭ്യമായ ഭാഷ, വേദപുസ്തകത്തിന്റെ അതേ ഭാഷ പറയുന്നു, ഒന്നും കൂട്ടിച്ചേർക്കാതെ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ഭർത്താവ് വൃദ്ധനാണ്, ഞാൻ വൃദ്ധയാണ്. ഏകദേശം
98 വയസ്സ് 90 വയസ്സോടത്തോളം പ്രായമുള്ള സാറ, 100 വയസ്സ് പ്രായമുള്ള അബ്രഹാം, അത്രയും പ്രായമുണ്ട് അവർക്ക് ആ സമയത്ത്. വയസ്സാന്ന് സമ്മതിക്കുന്നു. പിന്നെ ഒരു വാക്കോളം കൂട്ടിച്ചേർത്തിരിക്കുന്നു, സുഖഭോഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശരീരത്തിന്റെ എല്ലാ പുത്രോത്പാദനത്തിന്റെ ഒക്കെ എല്ലാവിധ പ്രക്രിയകളും നിന്നുപോയി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അങ്ങനെ ഒരു സ്ത്രീയെ അബിമേലേക്ക് തട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞാൽ അതിന്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നു? എന്തിനാ വെല്ലുമിച്ചയെ കൊണ്ടുപോയി? എന്തിനാ? കൊച്ചുങ്ങളെ നോക്കാനാണോ? അല്ലെങ്കിൽ എന്തിനാണ് കൊണ്ടുപോയത്? വീട്ടിലാരുമില്ല, അതൊക്കെ കാവലിരുത്താൻ കൊണ്ടുപോയതാണോ? അല്ലല്ലോ. അപ്പൊ അതിന്റെ കാര്യം ഞങ്ങൾ പറയാം. 18-ാം അധ്യായം കഴിഞ്ഞാൽ 19-ാം അധ്യായം ഒരു ബ്രാക്കറ്റ് അധ്യായമാണ്. കാരണം 19-ാം അധ്യായം സോദോം ഗോമോറയെ സംബന്ധിക്കുന്നതാണ്. ആ അധ്യായം വാസ്തവത്തിൽ നിങ്ങളൊന്ന് ബ്രാക്കറ്റിൽ ഇടണം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കണം. അത് ഹൈഡ് ചെയ്ത് വെച്ചാൽ 18-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ദൈവം ആഹാരം കഴിച്ച് സാറയോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് മടങ്ങിപ്പോയി. മടങ്ങിപ്പോയിട്ട് 19-ാം അധ്യായം മാറ്റിയാൽ, അല്ലെങ്കിൽ അതിന്റെ 16-ാം വാക്യം, 18-ന്റെ 16-ാം വാക്യം മുതൽ 19-ാം അധ്യായം മാറ്റിയാൽ പിന്നെ 20-ാം അധ്യായമാണ് ആരംഭിക്കുന്നത്. ആ 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിന്ന് നിങ്ങൾ അധ്യായങ്ങളെല്ലാം മാറ്റണം. അധ്യായങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ 15-ാം വാക്യം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ 20-ന്റെ 1-ലേക്ക് കയറണം. അപ്പോഴാണ് ആ ചരിത്രം ജോയിന്റ് ആകുന്നത്. മറ്റേത് ബ്രാക്കറ്റിലെ വേറൊരു സംഭവമാണ്, സോദോം ഗോമോറയെ നശിപ്പിക്കുന്ന വേറൊരു സംഭവമാണ്. അപ്പൊ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ദൈവം തമ്പുരാൻ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി. അവിടെ എത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. സ്തോത്രം. വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നു പറഞ്ഞ വാസ്തവമാണോ എന്നൊക്കെ അവിടെ ചോദിക്കുമ്പോൾ എനിക്ക് കഴിയാത്തൊരു കാര്യമില്ല, എന്താണെങ്കിലും ഞാനെന്നും പറയുന്നതിന് അടുത്ത കൊല്ലം ഞാൻ മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. 20-ാമത്തെ അധ്യായത്തിനകത്ത് അവർ മമ്രയുടെ തോപ്പിൽ നിന്ന് മാറി താമസിക്കുകയാണ്. എങ്ങോട്ട്? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഗരാരിലേക്ക് മാറി താമസിക്കുന്നു. അപ്പൊ മമ്രയുടെ തോപ്പിൽ നിന്ന് ഗരാരിലേക്ക് വരുമ്പോഴേക്കും എന്താ സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം. പ്രസവിക്കാനുള്ള യാതൊരു സാധ്യതയില്ലാത്ത വൃദ്ധയാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന തൊലിപ്പുറത്തും അകത്തും ഉദരത്തിലും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ബലഹീനതകളും വന്ന ഈ സാറയെ ദൈവം തമ്പുരാന്റെ വിസിറ്റിംഗ് കൊണ്ട്, ദൈവം തമ്പുരാന്റെ സന്ദർശനം കൊണ്ട് ഇവിടെ അബിമേലെക്ക് മോഹിച്ചു പോകുന്ന ഒരു യൗവനക്കാരിയുടെ യുക്തതയിലേക്ക് ദൈവം മടക്കി വരുത്തിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് പോയത്. സ്തോത്രം. അല്ലെങ്കിൽ പിന്നെ അബിമേലെക്ക് സാറയും കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ലല്ലോ. സ്തോത്രം. കൊച്ചുങ്ങളെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് വെല്ലുമ്പിച്ച് വീട്ടിലിരുത്തിക്കും പോലെ വീട്ടിലൊരാളെ ഇരുത്താൻ വേണ്ടി കൊണ്ടുപോയതല്ലല്ലോ. നിങ്ങൾക്ക് ഊഹിക്കാം. എനിക്ക് അതിൽ കൂടുതൽ സൂം മീറ്റിംഗിൽ ഈ കാര്യം വിശദീകരിക്കാൻ പറ്റിയല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രായമുള്ളവർ മനസ്സിലാക്കുക. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? എന്റെ ദൈവം നിന്നെ സന്ദർശിച്ചാൽ, എന്റെ കർത്താവ് നിന്റെ വീട്ടിൽ കയറിയാൽ, ഇവിടെ ദൈവം ഇതിനകത്ത് നേരിട്ട് ഇടപെടാനുള്ള കാരണം പറയാം. നീ ഒരു വാഗ്ദത്തത്തിന്റെ ഉടമയാണ്. നിന്നോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നതിനേക്കാൾ മുമ്പ് നിന്റെ ശരീരം ബലഹീനമായി, നിന്റെ ശരീരത്തിന്റെ സകല ബലഹീനതകളും നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം നടക്കാൻ സാധ്യമല്ലാത്ത നിലവാരത്തിൽ നിന്നെ ഒരു വല്ലാത്ത നിലവാരത്തിലാക്കി. നിന്റെ മുഖച്ഛായ മാറി, നിന്റെ തൊലിയുടെ സ്റ്റൈല് മാറി, നിന്റെ ശരീരത്തിന് ബലം കുറഞ്ഞു, നിനക്കിനി വാഗ്ദത്തം വഹിക്കാനുള്ള കഴിവില്ലാതെയായി. പക്ഷെ ദൈവം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ബലഹീനത മാറ്റി വാഗ്ദത്തം നിറവേറ്റാൻ സർവകൃപാലുവായ ദൈവം നിന്റെ വീട്ടിലിറങ്ങി ആഹാരം കഴിച്ച് മടങ്ങുമ്പോൾ, നിന്റെ വീട്ടിൽ വന്ന് മടങ്ങുമ്പോൾ നിന്നെ ഇന്നിരിക്കുന്നത് പോലെ ഇരുത്തിയിട്ട് പോകാനല്ല ദൈവം അവിടെ വന്നത്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതികേട് കൊണ്ട് ദൈവം വന്നതല്ല. നിന്റെ സ്ഥിതി മാറ്റിയിട്ട് പോകാൻ, നിന്റെ വാഗ്ദത്തം നിറവേറാൻ പാകത്തിന് നിന്നെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് പോകാൻ, റീഫോം ചെയ്തിട്ട് പോകാൻ, അതിനാണ് ദൈവമായ കർത്താവ് വന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ ഭാഗം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാം. ശ്രോത്ര, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിന്റെ ശരീരത്തെ റീസെറ്റ് ചെയ്യാൻ, നിന്റെ ബലഹീനതകളെ മാറ്റാൻ, നിന്റെ ബലഹീനത നിനക്ക് മാത്രം അറിയാവുന്ന നിന്റെ ശരീര പ്രക്രിയകളെ പോലും മാറ്റിയിട്ട് സ്വർഗസ്ഥനായ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് നിറവേറ്റി തരാൻ ദൈവത്തിന്റെ സന്ദർശനം ഈ യോഗമധ്യത്തിൽ നടന്നാൽ, ഈ ദിവസങ്ങളിൽ നടന്നാൽ
എന്നാൽ നിന്നെ ദൈവമായ കർത്താവ് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാൻ പാകത്തിനാക്കിയെടുക്കും. ഹല്ലേലൂയ. ആ പാകത്തിനാക്കിയെടുക്കും. കർത്താവിന്റെ വചനം ഞാൻ വീണ്ടും ആവർത്തിക്കും. ഇന്ന് യോഗം തീരുന്നത് വരെ, എന്റെ പ്രസംഗം തീരുന്നത് വരെ നിങ്ങളോട് പറയും യേഹൂന്റെ കാര്യം. ഈ വാക്ക് വരുമ്പോൾ നിങ്ങൾ തലയ്ക്ക് മുകളിലൂടെ പോയി എന്ന് വിചാരിക്കരുത്. എന്നോടാണോ കർത്താവേ എന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പക്ഷം ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ തൊട്ടിട്ടേ പോകത്തുള്ളൂ. നിന്റെ ശരീരത്തിന്റെ നിലവാരം, ചില വാഗ്ദത്തങ്ങൾ നിന്നിലൂടെ ഇനിയും നടക്കാനുണ്ട്. ദൈവത്തിന്റെ ചില കാര്യങ്ങൾ ഇനിയും നിന്നിലൂടെ നിറവേറാനുണ്ട്. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കാര്യപരിപാടികൾ നിന്നിലൂടെ നിറവേറാൻ പരിശുദ്ധനായ ദൈവം നിന്നെ കണ്ടുവച്ചിരിക്കുമ്പോൾ അതിനു വേണ്ടി നിന്റെ വീട് വിസിറ്റ് ചെയ്ത് നിന്റെ ബലഹീനത മാറ്റി, നിനക്കിനി യാതൊരു കാരണവശാലും നിന്റെ ചിന്തക്കകത്ത് ഇനി അതുപോലത്തെ ഒരു കാലഘട്ടം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് കീഴ്മേൽ മറച്ചുകൊണ്ട് ദൈവപ്രവൃത്തി ഒരുക്കാൻ പരിശുദ്ധന്റെ സന്ദർശനം എന്റെ ദൈവത്തിന്റെ കൃപയാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിവസം പറയാം. ദൈവാത്മാവ് ചിലരെ കർത്താവിന് വേണ്ടി വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അതിനെ ഒരുക്കിയെടുക്കുക. അപ്പൊ ഞാൻ ഇനി 20-ാം അധ്യായത്തിലേക്ക് കയറി ഒന്നുകൂടെ പറയാം. സ്തോത്രം. വയല് ഒരുക്കി വിത്ത് വിതയ്ക്കാൻ പാകത്തിനൊരു കൃഷിക്കാരൻ ഇട്ടിരിക്കുന്നത് പോലെ ഇപ്പോൾ സാറ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസഹാക്ക് ജനിക്കാൻ വേണ്ടി സാറയെ ഒരുക്കി നിർത്തിയിരിക്കുമ്പോഴാണ് അബിമേലേക്ക് കൊണ്ടുപോയത്. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നു? ദൈവം ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ ഒരുക്കി നിർത്തിയിരിക്കുമ്പോൾ ആ ഒരുക്കി നിർത്തിയ ആളെയും കൊണ്ട് വേറൊരാൾ പോവാ. എനിക്ക് അതിനകത്ത് സഭ്യതകളെയൊക്കെ പേടിയുള്ളതിന്റെ പേരിൽ സ്തോത്രം ഞാൻ അതിനെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഓർത്തു നോക്കിയേ, ദൈവമായ കർത്താവ് ഒരു വലിയ വിശ്വസ്തത. അന്ന് ഞാൻ ഇങ്ങനെ പറയാം, അത് എനിക്ക് അത്രയും ചുരുക്കി പറയാനേ പറ്റുള്ളൂ. അവിടെ എഴുതിയിട്ടുണ്ട് 6-ാമത്തെ വാക്യത്തിന്, അതിന് ദൈവ സ്വപ്നത്തിൽ അവനോട്, ഇത് നീ ഹൃദയപരമാർത്ഥം ചെയ്തിരിക്കുന്നത് ഞാൻ അറിയുന്നു, നീ എന്നോട് പാപം ചെയ്തിരിക്കുന്നതിനെ തടുത്തു, അതുകൊണ്ടാകുന്ന അവളെ തൊടാൻ നിനക്ക് കഴിയാതെ പോയത്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ദൈവം പറഞ്ഞത് അവളെ തൊടാൻ കഴിഞ്ഞില്ല, നീ തൊട്ടിരുന്നെങ്കിലോ. കാരണം സാറയെ ദൈവമായ കർത്താവ് ഒരു യൗവനയുക്തയാക്കി ഇസഹാക്കിന് വേണ്ടി അവളെ ഒരുക്കി നിർത്തിയിരിക്കുമ്പോൾ, സ്തോത്രം, അബിമേലേക്ക് അവളെ തൊട്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ മറ്റൊന്നായി പോയനെ. വാഗ്ദത്ത സന്തതിക്ക് പകരം ചിലപ്പോൾ സാത്താന്റെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ദൈവം ഒരുക്കി നിർത്തിയിരിക്കുന്നവരെ, സ്തോത്രം, രാത്രിക്ക് രാത്രി പിടിച്ചോണ്ട് പോകത്തക്ക രീതിയിൽ പിശാച് ചില കാര്യങ്ങൾ അധികാരത്തോടെ ചെയ്യുമ്പോൾ അതിനിടയിൽ തൊടാൻ സമ്മതിക്കാത്തൊരു ദൈവം ഉണ്ടെന്ന് ഈ വാക്യത്തിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവ് എന്നോട് നിങ്ങൾ ചിലരെ നോക്കിക്കൊണ്ട് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. നിന്റെ വീട്ടിൽ ചിലരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക, നിന്റെ സഭയിൽ ചിലരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ ഇരിക്കുന്ന സഭാഹോളിൽ ഇരിക്കുന്ന ദൈവമക്കളിൽ ചിലരെ കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വേണ്ടി, സ്വർഗത്തിന്റെ ഇടപാടിന് വേണ്ടി ദൈവം റിജോയ്സ് മിനിസ്ട്രിയിൽ ചിലരെ, ശുശ്രൂഷയുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, കർത്താവ് ചില കാര്യത്തിന് വേണ്ടി ബലഹീനത മാറ്റി കുറവുകൾ തീർത്ത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. യേശുവിന്റെ നാമത്തിൽ 2025 അവസാനത്തെ കാലഘട്ടം ദൈവാത്മാവ് ചിലരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. 26 കടക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ കണ്ണാൽ കാണത്തക്ക രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, ദൈവം ഒരുക്കുന്ന ചിലരെ അബിമേലെക്കുമാർ തട്ടിയെടുക്കാൻ നോക്കുന്ന ആ പ്രവണതയെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയാകണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? അബ്രഹാം ഒരു പ്രവാചകനാകുന്നു. ഇതിനു മുമ്പ് ഒരു വാക്കിൽ പോലും അബ്രഹാം പ്രവാചകനാന്ന് എഴുതിയിട്ടില്ല. അബ്രഹാമിനെ കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് തന്നെ കണക്കാക്കിക്കൂ. അങ്ങനെ ഒരു ശുശ്രൂഷ ഇതിനു മുമ്പ് അബ്രഹാമിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചിട്ടില്ല. 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഒന്ന്, അബ്രഹാം പ്രാർത്ഥിച്ചാൽ ചിലരുടെ മരണം നീങ്ങുന്ന ലെവലിലേക്ക് അബ്രഹാമിനെ പ്രാർത്ഥനക്കാരനാക്കുന്നു. 2, അബ്രഹാമിനെ പ്രവാചകനാക്കുന്നു. ഇത് രണ്ടും നടന്നത് എപ്പോഴാ? അന്നത്തെ അബ്രഹാമിന്റെ മനസ്സൊന്ന് നിങ്ങൾക്ക് കാണാമോ? കാരണം തന്റെ ജീവിത പങ്കാളിയായി, സന്തത സഹചാരിയായി, കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം ഒരു പരദേശിയെ പോലെ യാത്ര ചെയ്ത് പോകുമ്പോൾ
തൻ്റെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടായിരുന്ന സ്തോത്രം സാറയെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ പറ്റും, ഇതൊരു കഥയല്ലല്ലോ, സംഭവമല്ലേ. അന്നത്തെ ദിവസം അബ്രാഹാമിന്റെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒരുപക്ഷെ ഏറ്റവും ദുഃഖിച്ച സമയമായിരിക്കാം, ഏറ്റവും വേദനപ്പെട്ട സമയമായിരിക്കാം, ഏറ്റവും അബ്രഹാം ഭാരപ്പെട്ട സമയമായിരിക്കാം. തന്റെ പ്രിയപ്പെട്ടവളെ മരിച്ചു പോവുകയല്ല, ഒരു അപകടം ഉണ്ടായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയല്ല, താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ കൺമുമ്പിൽ നിന്ന് മറ്റൊരാൾ കൊണ്ടുപോയി അയക്കടെ വീട്ടിൽ പാർപ്പിക്കുക എന്ന് പറയുന്നത് ഭർത്താവ് എന്ന നിലയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വലിയ ഭാരം. ആ ഭാരം നേരിട്ട രാത്രി, ആ വേദന നേരിട്ട രാത്രി, സ്വർഗസ്ഥനായ ദൈവം അബ്രാഹാമിനെ ഒരു പ്രവാചകനാക്കി, അബ്രാഹാമിനെ ഒരു പ്രാർത്ഥനക്കാരനാക്കി. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ ദൂത് പറയാം. ഏറ്റവും വേദനപ്പെടുമ്പോൾ, നീ പരമാർത്ഥിയായിരിക്കുമ്പോൾ, ഏറ്റവും സങ്കടപ്പെടുമ്പോൾ, നിനക്ക് താങ്ങാൻ പറ്റാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുടുംബത്തിൽ വരുമ്പോൾ, നീ പരമാർത്ഥിയാണെങ്കിൽ ഈ വിഷയം നിന്നെ ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉപകരണമാക്കി മാറ്റും. ഈ വിഷയം നിന്നെ പ്രത്യേക കൃപ കൊണ്ട് നിറയ്ക്കുന്ന, പ്രത്യേക ശക്തി കൊണ്ട് നിറയ്ക്കുന്ന, പ്രത്യേക ബലം കൊണ്ട് നിറയ്ക്കുന്ന, പ്രത്യേക നിലവാരത്തിൽ നിനക്കൊരു ആത്മീയ അധികാരം തരുന്ന ഒരു ലെവലിലേക്ക് കർത്താവ് മാറ്റുക. ഇന്ന് രാത്രി ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഈ പകൽക്കാലം ഞാൻ കർത്താവിന്റെ 5 കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുമ്പോൾ, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കയറി ഈ കാര്യം അധികം പറയാൻ നമുക്കധികം താല്പര്യമില്ലാത്ത ഈ കാര്യം ദൈവാത്മാവിൽ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ആരോ മനോദുഃഖത്തോടെ, ഒത്തിരി ഭാരത്തോടെ, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് സമ്മർദ്ദങ്ങൾ നേരിയിരിക്കുമ്പോൾ നിന്നെ ദൈവത്തിന് മറക്കാൻ പറ്റില്ല. ഈ വേദന നിന്നെ ഒരു പ്രവാചകിയാക്കും, ഈ വേദന നിന്നെ ഒരു പ്രവാചകനാക്കും. ഞാൻ ഈ ഭാഗത്ത് മാത്രമല്ല, ഞാൻ പ്രസംഗിച്ചിട്ടുള്ള മറ്റൊരു ഭാഗം ഓർക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിനകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, മിരിയാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 15-നകത്ത് അവിടെ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, മോശ മരുഭൂമിയിൽ അല്ലെങ്കിൽ ചെങ്കടൽ കയറിയതിന് ശേഷം, സ്തോത്രം, ഹല്ലേലൂയ, മോശ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ സമയത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മിരിയാം എന്ന പ്രവാചകി എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കാണാൻ കഴിയും. മിരിയാം എന്ന പ്രവാചകി, സ്തോത്രം, ഹല്ലേലൂയ, അവര് തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മിരിയാം എന്ന പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം പറയുന്ന ഒരു ഭാഗം ഈ പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതി 20-ാമത്തെ വാക്യം. എന്നാൽ അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. നിങ്ങൾക്ക് തോന്നുന്നോ മിരിയാം മിസ്രയീമിൽ വെച്ച് പ്രവാചകിയായിരുന്നു എന്ന്? മിസ്രയീമിൽ അവരുടെ സ്ഥിതി എന്തായിരുന്നതിനെ കുറിച്ച് കൂടുതൽ നമുക്കറിയില്ല. അടിമകളായിരുന്നു. പക്ഷേ ചെങ്കടൽ കയറി തപ്പെടുത്ത് ആരാധിക്കുമ്പോൾ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് മിരിയാം പ്രവാചകിയാണ്. എപ്പോഴാണ് മിരിയാം പ്രവാചകിയായത്? ആ കൃപ നമ്മളിൽ വരുമ്പോഴല്ലേ ആ പദവിക്ക് ഉടമയാകുന്നത്. ഞാൻ അനുമാനിക്കുന്ന കാര്യം പറയാം. ചെങ്കടൽ തീരത്ത് വെച്ച് മോശ ഒറ്റപ്പെട്ട് കരയുക, അക്കരയ്ക്ക് പോകാൻ വഴിയില്ല. ആളുകളെല്ലാം മോശക്കെതിരെ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക. ഇതൊരു പെങ്ങള് കണ്ടോണ്ട് നിൽക്കുക. സ്തോത്രം. ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്ന ഒരു ദൈവദാസന് വിരോധമായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ആക്ഷേപങ്ങൾ പറയുമ്പോൾ, നിന്ദാവാക്കുകൾ പറയുമ്പോൾ, എതിർക്കുമ്പോൾ, അത് കണ്ടോണ്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ മനോദുഃഖം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മിരിയാം എന്ന സഹോദരി വളരെ ഭാരത്തോടെ ഈ കുഞ്ഞാങ്ങളയ്ക്ക് നേരെ വരുന്ന, എറിയാൻ കല്ല് വരെ എടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി. ഒരു കൂട്ടം ആളുകൾ ആ സമയത്ത് അവൾ ഉള്ളുടഞ്ഞിരിക്കുക. ആ വേദനയുടെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ ചെങ്കടൽ കയറി പാട്ടുപാടാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, മിരിയാം ഇപ്പോൾ വെറും ഒരു പെങ്ങളല്ല, മിരിയാം ഇപ്പോൾ വെറും ഒരു സ്ത്രീ അല്ല, മിരിയാം ഇപ്പോൾ വെറും ഒരു അടിമയല്ല, പ്രവാചകിയായെന്ന്.
ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാം, നിങ്ങളുടെ കഷ്ടങ്ങൾ കൃപയിലേക്ക് കൺവെർട്ട് ചെയ്യണം, കൃപാവരത്തിലേക്ക് നീങ്ങണം. നിങ്ങളുടെ വഴി അടയുമ്പോൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ ഏറി വരുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും ദുഃഖിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ സൂമിനകത്തുണ്ടെങ്കിൽ, ഏറ്റവും ഭാരപ്പെടുന്ന ആരെങ്കിലും സൂമിനകത്ത് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സമയം ഏറ്റവും വേദനപ്പെടുന്ന രാത്രി, ഏറ്റവും വേദനപ്പെടുന്ന ദിവസങ്ങൾ, നിന്റെ മേലൊരു കൃപ തരാൻ, നിന്റെ മേലൊരു അഭിഷേകം തരാൻ, നിന്റെ മേലൊരു പ്രത്യേക ദൈവത്തിന്റെ അനുഗ്രഹത്തെ പകരാൻ, നിന്നെ ഒരു പ്രാർത്ഥനക്കാരനാക്കാൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ജീവിക്കണം, രോഗം മാറണം, മരണം നീങ്ങണം, ആ ലെവലിലേക്ക് നിന്നെ മാറ്റാൻ നിന്നെ ചിലപ്പോൾ തീച്ചൂളയിലൂടെ കടത്തിവിട്ടേക്കാം. ആർക്കും അറിയാത്ത വേദനയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓർത്തോളണം, സ്വർഗം നിനക്ക് പ്രത്യേക കൃപ തന്നെ പുറത്തെടുക്കും. യോസേപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരാഗ്രഹത്തിലേക്ക് യോസേപ്പ് കയറുമ്പോൾ സ്വപ്നം കാണുന്നവനാ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴാണ് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള വരവുണ്ടായത്. അപ്പൊ അകാരണമായി നീ പീഡിപ്പിക്കപ്പെടുകയാണോ? അകാരണമായി നീ നിന്ദിക്കപ്പെടുകയാണോ? ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് പറയുന്നു, ഈ സമയം നീ പാഴാക്കരുത്. ഈ സമയം ദൈവത്തെ മുറുകെ പിടിക്ക്. ഇന്ന് വരെ കിട്ടാത്ത ചില കൃപകൾ ഈ സഭയ്ക്കകത്ത് ചിലർക്ക് തരട്ടെ ദൈവം. ആ വീടുകളിൽ ചിലർക്ക് തരട്ടെ ദൈവം. യേശുവിന്റെ നാമത്തിൽ നീ ആരെക്കുറിച്ചാണോ ഏറ്റവും ദുഃഖിക്കുന്നത്, ആരെക്കുറിച്ചാണോ ഏറ്റവും ഭാരപ്പെടുന്നത്, ആ സമയത്ത് പ്രാർത്ഥനയുടെ വരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വർഗം തരാനിടയാകട്ടെ. ശാരീരിക സ്ഥിതികൾ, മാനസിക സ്ഥിതികൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങൾ ആർക്കൊക്കെയാണോ നേരിടുന്നത്, അവര് ദൈവസന്നിധിയിൽ, ഞാൻ വീണ്ടും പറയുന്നു, യേഹു ചോദിച്ചതുപോലെ, നാഥാ ഇത് എന്റെ കാര്യമാണോ? ഞാൻ അങ്ങയോട് ചോദിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണോ? എന്റെ ദുഃഖത്തിന്റെ മറുപടിയാണോ? എന്റെ വേദനയുടെ മറുപടിയാണോ എന്ന് ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവിൽ പറയാം, നിന്നോട് ദൈവം പറയുന്നു, നിന്നെ ഞാൻ ഈ വേദനയുടെ തീച്ചൂളയുടെ നടുവിൽ പ്രത്യേക വരം തരാം, പ്രത്യേക കൃപ തരാം, പ്രത്യേക വെളിപ്പാട് തരാം, പ്രത്യേക ശുശ്രൂഷ തരാം. നിന്നെ ഞാൻ ദൈവാത്മാവിൽ നിറച്ച് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുവരാം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു 10-20 സെക്കൻഡെങ്കിലും പ്രാർത്ഥിച്ചേ, കർത്താവേ ഈ കഷ്ടങ്ങൾ നന്മയ്ക്കായി മാറണം. എന്റെ കർത്താവേ, ചിലതിനെ പിടിച്ചോണ്ട് പോയിരിക്കുക, അബിമേലേക്ക് പിടിച്ചതുപോലെ നിന്റെ വീട്ടിൽ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവം പാകപ്പെടുത്തി നിർത്തിയ, ദൈവം ഒരുക്കി നിർത്തിയ, ദൈവം ശോഭിപ്പിച്ച് നിർത്തിയ, ദൈവം ജരാതനകൾ മാറ്റി നിർത്തിയ, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാൻ സ്വർഗസ്ഥനായ ദൈവം ചിലരെ കാത്തരളി നിർത്തിയവരെ ദുഷ്ടം തൊട്ടിട്ടുണ്ടെങ്കിൽ, അവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം അതിന്റെ വിടുതലിന്റെ ദിവസമാകണം. നിന്റെ തലമുറയെ ആത്മീകത്തിലേക്ക് വരാതെ, ആരാധനയിലേക്ക് വരാതെ ദൈവം തമ്പുരാൻ ഉദരത്തിൽ വെച്ച് ഒരുക്കി വെച്ചിരുന്ന ചിലരെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്. ദൈവാത്മാവ് ശക്തമായ പ്രേരണ തരുന്നു. ഇന്ന് ദൈവം ഒരു കെട്ട് പൊട്ടിക്കുന്നത് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. അബീമേലെക്കിന്റെ കൊട്ടാരത്തിൽ നിന്ന് നിന്റെ കയ്യിലേക്ക്, ചില ദുഷ്ടന്റെ കോട്ടയ്ക്കകത്ത് നിന്ന് ദൈവാത്മാവ് ചിലരെ നിന്റെ കയ്യിലേക്ക് തരാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ഒരു ശുശ്രൂഷയായി ഇതിനെ മാറട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നിന്നെ ഒരു ദേശത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക ദൈവം. നിന്നെ ഒരു വലിയ മിനിസ്ട്രിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക ദൈവം. നിന്നെ വാഗ്ദത്തം പ്രസവിക്കാൻ വേണ്ടി അതിനാണ് മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം ഇറങ്ങി. അതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആരുടെ വീട്ടിൽ കയറി ഇറങ്ങി ആഹാരം കഴിച്ചു പോയവനല്ല ദൈവം. പക്ഷെ നിന്റെ വീട്ടിൽ ദൈവം കയറിയത്, നിന്റെ അടുക്കൽ ദൈവം കയറിയത് വാഗ്ദത്തം നിറവേറാൻ നിന്നെ ഒരുക്കിയെടുക്കാനാ. അങ്ങനെ തമ്പുരാൻ ഒരുക്കി നിർത്തിയവരെ അബീമേലെക്കിന് തൊടാൻ അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിലെ എല്ലാവരെയും അവകാശമായി പറ. വിമർശനത്തിന്റെ ആത്മാവിനാലോ, തെറ്റിദ്ധാരണയുടെ ആത്മാവിനാലോ, ആത്മീകതയെ ചോദ്യം ചെയ്ത് ദൈവകൃപയെ അകന്നു നിൽക്കാൻ ചിലരെ തൊട്ടോണ്ടിരിക്കുന്ന അബീമേലെക്കിന്റെ വ്യാപാരങ്ങളെ ഇന്നത്തെ ദിവസം കർത്താവ് ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ ഭാഗം ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ യേശുവിന്റെ 5 പ്രാർത്ഥനകളെ പറയാൻ വന്നത്. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഈ ഭാഗത്ത് നിന്നെ ഞാൻ കയറ്റിയതാണ് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ. അബീമേലെക്കിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുക്കി നിർത്തിയ ചിലരെ, വിശ്വാസത്തിൽ ഒരുക്കി നിർത്തിയ ചിലരെ, ആത്മാവിൽ പാകപ്പെടുത്തി നിർത്തിയ ചിലരെ ദൈവകൃപയിലേക്ക് വരുവാൻ, സഭയിലേക്ക് വരുവാൻ, ആരാധനയിലേക്ക് വരുവാൻ ദൈവാത്മാവ് ഒരുക്കി നിർത്തിയ ചിലരെ തിരിച്ചു പിടിച്ച വ്യാപാരരായി ലോകത്തിന്റെ ശക്തിയിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ദൈവാത്മാവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആത്മശക്തിയോടെ നിങ്ങൾക്കുള്ള ദൂത
ഉള്ളതാണെന്ന് തോന്നുന്നെങ്കിൽ അവർ മാത്രം ഒരല്പസമയം ആത്മനിറവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, കർത്താവ് എന്നെ ഈ ദിവസങ്ങൾ ഒരുക്കുകയായിരുന്നു. എന്റെ ദൈവം എന്നെ ഈ ദിവസങ്ങളിൽ, ഞാൻ എന്നെ കുറിച്ച് വിധിച്ചതാണ്, എന്നെ കൊണ്ട് ഇതൊന്നും കഴിയല്ല, എന്റെ കാലം കഴിഞ്ഞു, എന്റെ ശരീരം ബലഹീനമായി, എന്റെ ദർശനത്തിന് കോട്ടം വന്നു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ആരെങ്കിലും ചെയ്യട്ടെ, ഞാൻ ആളെ മാറി നോക്കിയതാ. പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, ഹല്ലേലൂയ, നിന്നെ തന്നെയാ ഒരുക്കുന്നത്, നിന്നെ തന്നെയാ ഒരുക്കുന്നത്, ഹാഗാറിനെ അല്ല, നിന്നെ തന്നെയാ ഒരുക്കുന്നത്. അതുകൊണ്ട് നിന്നെ ദൈവമായ കർത്താവ് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വലിച്ചോണ്ട് പോകുന്ന ചില ദേശത്തിന്റെ ശക്തികൾ, ഗരാറിന്റെ രാജാവ്, നീ ചെന്നിരിക്കുന്ന ദേശത്തിന്റെ ശക്തി, അവിടെ വ്യാപരിക്കുന്ന ദുഷ്ട വ്യാപാരത്തിന്റെ ശക്തി, അനേക ദൈവദാസന്മാരെയും അഭിഷിക്തന്മാരെയും വലിച്ചോണ്ട് പോയ ആ ദേശത്തിന്റെ വ്യാപാര ശക്തി നിനക്കുള്ളതിനെയോ നിന്നെയോ വലിച്ചെടുക്കാതിരിപ്പാൻ ഇന്ന് ഒരു 2 മിനിറ്റ് ആത്മാവിൽ സ്തോത്രം ചെയ്തോളണം. ഇന്ന് അതിനെ പൊട്ടിച്ചേക്കണം. സ്വർഗം പറയുക, ഇന്ന് നിന്നെ തൊട്ടവനെ നീ പ്രാർത്ഥിച്ച് വിടുവിച്ചോണ്ട് വരും. അവൻ ജീവിച്ചിരിക്കണമെങ്കിൽ നീ പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ലെവലിലേക്ക് നിന്നെ ഒരു കൃപയിലേക്ക് ദൈവം കയറ്റിവിടണം. അതിന് കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ ഇടപെടുകയാ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അടുത്തിരിക്കുന്നതിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തം നടക്കാനുള്ള തലമുറയാണ്. കർത്താവിന്റെ നാമത്തിൽ എൻ്റെ മക്കൾ ദൈവം എനിക്ക് തന്ന, അവനെ കുറിച്ച് ദൈവം പറഞ്ഞതാ, അതിന് കർത്താവ് ഒരുക്കി നിർത്തിയിരിക്കുക. അതിന് വിരോധമായി നിൽക്കുന്ന സകല നീക്കങ്ങളെയും കർത്താവ് ഇന്ന് തൊട്ട് ആരുടെ കയ്യിലാണോ, ഏത് അബീമേലെക്കിന്റെ കയ്യിലാണോ, അവിടെ നിന്ന് തിരിച്ചു പിടിക്കും ദൈവം. അതിന് ദൈവത്തിന്റെ വിശ്വസ്തത അപാരമാണ്. അങ്ങനെ ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു. സ്തോത്രം. ആദ്യമായി പ്രാർത്ഥന എന്നൊരു വാചകം ബൈബിളിൽ വന്നതിന്റെ വഴി കണ്ടോ? ചുമ്മാ എല്ലാരും കൂടി കൂടിയിരുന്നപ്പോൾ, സ്തോത്രം, നമ്മൾ പറയത്തില്ലേ, വണ്ടിയിലൊക്കെ നമ്മൾ യാത്ര പോകും, എന്നാലും വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ എന്നാ പിന്നെ അന്താക്ഷരി തുടങ്ങിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതുപോലെ കർത്താവ് തുടങ്ങിയതാണോ പ്രാർത്ഥന? ചുമ്മാ ബോറടിക്കുമ്പോ പാസ്റ്ററും വിശ്വാസിയും കൂടെ അന്താക്ഷരി വർഗത്തിന് തന്നതാണ് പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, നമ്മളാ സഭക്കാര് കണ്ടുപിടിച്ചതല്ല പ്രാർത്ഥന. ശുശ്രൂഷക്കാര് ഉപദേശിമാരെ കണ്ടുപിടിച്ചു. യോഗം നടത്തിയവർ 1 മണി ആക്കണ്ടേ, എന്നാ പിന്നെ 5-6 പേര് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞല്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് അതിനെ തുടച്ചു കളയണം. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ദുഃഖരാത്രിയിൽ, വേദനയുടെ സമയത്ത് സ്വർഗം പുറത്തു കൊണ്ടുവന്നത് പ്രാർത്ഥന എന്ന പദ്ധതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ചടങ്ങാകരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ന് വിശ്വസിക്കണം? എന്റെ ദൈവം എന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അബ്രാഹാമിനെ ഏൽപ്പിച്ചിരിക്കുക, അബീമേലെക്കിനെ അല്ല ഏൽപ്പിച്ചത്. ഇവിടെ അബ്രാഹാമും അബീമേലെക്കും, അബീമേലെക്ക് ലോകത്തിന് നിഴലാണ്, അബ്രാഹാം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുക പ്രാർത്ഥിക്കാൻ ചിലരെ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ തീരുമാനം എടുക്കണം. സാധാരണ നമ്മുടെയൊക്കെ സഭയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആരെങ്കിലും 2 പേരുണ്ട്, അവരെ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മനഃപൂർവ്വമായിട്ട് ഒഴിയുക. പക്ഷെ ഇന്ന് നീ തിരിച്ചറിയണം, എന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത് അബ്രഹാമിന്റെ റോളിലാ, പ്രാർത്ഥിക്കാൻ. ഒഴിഞ്ഞു മാറരുത്. എന്നെ പ്രാർത്ഥന പരമേൽപ്പിക്കാൻ പറയണം. നീ ആരാണെങ്കിലും, എത്ര പദവിയിലിരുന്നാലും. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിക്കും. ദൈവം പറഞ്ഞു, അബീമേലെക്കിനോട് പറഞ്ഞു, നീ പോയി പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്ക, നീ ജീവിച്ചിരിക്കാൻ. സ്തോത്രം. അവിടെ നിന്നാണ് പ്രാർത്ഥനയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് പ്രാർത്ഥനകൾ, എത്രയോ പ്രാർത്ഥനകൾ, അനർത്ഥങ്ങളിൽ, ആപത്തുകളിൽ, നന്മയിൽ, പ്രതികൂലങ്ങളിൽ, എന്തെല്ലാം കാര്യങ്ങളിൽ പ്രാർത്ഥനയായി വന്നു. സ്തോത്രം. ഇനി ഞാൻ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളിലേക്ക് വരാം. എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ആ ഭാഗത്ത് നിന്നാണ്. കൊച്ചു കൊച്ചു വാക്കുകൾ മാത്രമാണ് ഈ കാര്യത്തിൽ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. അപ്പൊ ഞാൻ ഈ പറയുന്ന വാക്കുകൾ മാത്രം നിങ്ങൾ പിടിച്ചാൽ മതി. പരിചയമുള്ള വാക്കാന്റെ പേര്. നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടെങ്കിൽ
നിങ്ങളുടെ ബൈബിളിനകത്ത് ആ വാക്യത്തിന്റെ അടിയിൽ വര ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വാക്യത്തിന്റെ അടിയിൽ മുഴുവൻ വരയിടരുത്. ഞാൻ പറയുന്ന വാക്കിന്റെ അടിയിൽ മാത്രം വരയിടുക. വരയിടേണ്ടത് ചെയ്തു തരും എന്ന വാക്കിന്റെ അടിയിൽ മാത്രം. ചെയ്തു തരും അതിന്റെ അടി. എന്നാലേ നമുക്ക് ഈ ദൂത് നമുക്ക് പിടികിട്ടുള്ളൂ. എല്ലാത്തിന്റെ അടിയിലൊക്കെ കരവുരാന്ന് വരയിട്ട് വെച്ചാൽ ആ ബൈബിളിലേക്ക് നോക്കിയാൽ തന്നെ എന്തിനാ വരയിട്ടെന്ന് പോലും നമുക്ക് പിടികിട്ടിയല്ല കുറെ കഴിയും. അപ്പൊ നമ്മൾ ആ വാക്കിന്റെ അടിയിൽ മാത്രം, ഏത് ആ ചെയ്തു തരും എന്നുള്ള വാക്കിന്റെ അടിയിൽ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മറുപടിയാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു തരും. സ്തോത്രം. നിനക്ക് വേണ്ടി ഭൂമിയിൽ ഈ കാര്യം ചെയ്തു തരാൻ ഇനി ആരും കാണുകയല്ല. ആര് ചെയ്താലൊട്ട് ശരിയാവൂല്ല. ചില കേസൊക്കെ അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ആൾക്കാർ എന്നോട് വന്ന് പറയാറുണ്ട്, പാസ്റ്റർ വന്നൊന്ന് പറയാമോ, പാസ്റ്റർ വന്നൊന്ന് സ്തോത്രത്തിനകത്ത് ഇടപെടാമോ എന്ന്. ഞാൻ ഈ വിഷയം കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എൻ്റെ പൊന്നാൻറ്റി, ഞാനൊരു കാര്യം പറയാം. ഈ കാര്യത്തിനകത്ത് ഞാൻ വന്ന് ഇടപെട്ടാൽ, ഇന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു, മോളെ നീ പറയുന്ന ഗൗരവം എനിക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയ്ക്ക് വെള്ളിയാഴ്ച അവിടെ പ്രാർത്ഥനയുടെ ദിവസമായിരുന്നു. പക്ഷെ നീ പറയുന്ന പോലെ ഞാൻ വന്ന് ഇടപെട്ടാൽ അയാൾക്ക് മനസ്സിലാകും നീ എന്നോട് വന്ന് ഇതെല്ലാം പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ഇങ്ങ് പോന്നു കഴിയുമ്പോൾ നിന്നോട് അതിന്റെ പോരാട്ടം തുടങ്ങും. അപ്പൊ എനിക്ക് വരാൻ സമയം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഇത് ഞാൻ ചെയ്താൽ അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതിൽ വേറെ ലെവലിൽ പോവുള്ളൂ. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, പിന്നെ ഞാൻ ഇനി എന്തോ ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് വേണ്ടി. ഈ കാര്യം മറ്റാരേക്കാൾ കർത്താവ് ചെയ്തു തരും. നമ്മൾ വിശ്വസിക്കണം, മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യം എന്റെ പേരിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു പറഞ്ഞാൽ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പൊ എന്തോ നടക്കും? ഞാൻ ചെയ്തു തരും. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നു, ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ, വെള്ളിയാഴ്ച നമ്മുടെ ചർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കർത്താവ് ചെയ്തു തരേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ പിള്ളേരുടെ ജീവിതത്തിലുണ്ടോ? നിന്റെ ഭാവി സംബന്ധമായിട്ടുണ്ടോ? നിന്റെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് എന്റെ കർത്താവ് ചെയ്തു തരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്റെ പണമില്ല, നീ 2 വട്ടം പരീക്ഷ എഴുതിയിട്ട് നിന്റെ കൊച്ചെഴുതിയിട്ട് ജയിക്കുന്നില്ല, ഇനി ട്യൂഷന് വിടാൻ എന്താ കാശ് മുടക്കി ഞാൻ അറിയത്തില്ല, ഇനി എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ തളരരുത്, കർത്താവിന് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ദൈവസന്നിധിയിൽ നിന്റെ വീട്ടിലുള്ള എല്ലാവരും നിന്റെ മനസ്സിൽ കൂടെ കയറ്റി ഇറക്ക്. അവർക്ക് വേണ്ടി യേശുവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കർത്താവിന് ചെയ്യാനുണ്ടെങ്കിൽ കൈക്കൂലി കൊണ്ട് നടക്കുകയല്ല, ആരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാലും നടക്കുകയല്ല. അതിന് യേശു പറഞ്ഞ മാർഗമാണ് 14-ാം വാക്യം, എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്ക്, ഞാൻ ചെയ്തു തരാം. 1500 പ്രാവശ്യം കേട്ടിട്ടുള്ള വാക്യമാണെങ്കിലും ഇന്ന് ഇതൊരു ദൂതായി പറയുമ്പോൾ നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം, എന്റെ കർത്താവെ എനിക്കൊരു കാര്യം ചെയ്തു തരണം. അതിനകത്ത് വലിയ മസലിപിടുത്തമൊന്നുമില്ല, ഇതിനകത്ത് വലിയ തിയോളജി ഇല്ല. സ്തോത്രം. ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കണം. എന്റെ യേശുവേ, അങ്ങ് പറഞ്ഞൊരു വാക്യമാണ് ഈ പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വ്യാഖ്യാനങ്ങളില്ല, ഇന്റർപ്രിട്ടേഷൻ ഇല്ല, അതിനകത്ത് വേറെ ആരുടെ സപ്പോർട്ട്. യേശു പറഞ്ഞു, മക്കളെ, നിനക്ക് ഭാരമുള്ള കാര്യം, നിനക്ക് പറ്റാത്ത കാര്യം എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്ക്, ഞാൻ ചെയ്തു തരാം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം യേശുവിന് ചെയ്യാനുണ്ടോ? അതിപ്പോ തന്നെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഓർക്കണം. എന്നിട്ട് നിങ്ങളെ ഒരു പേപ്പറോ കടലാസൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് കാര്യമാണെന്ന് നിങ്ങൾ അങ്ങ് എഴുതി വെക്കണം. കർത്താവ് കാണട്ടെ നീ വിശ്വസിക്കുന്നു എന്ന്. എന്റെ കർത്താവ്, ഇന്ന കാര്യം, നീ എന്റെ അപ്പന്റെ മുടക്കാൻ പണമില്ല, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നുമില്ല, ഞാൻ പരിശ്രമിച്ചു നോക്കി, എനിക്ക് ഈ കാര്യം ഒന്ന് ചെയ്തു തരണേ കർത്താവേ എന്ന് ദൈവത്തോട് നീ വിശ്വസിച്ചുകൊണ്ട് പറ. കർത്താവ് പറഞ്ഞു, ചെയ്തു തരാം, ചെയ്തു തരാം. സ്തോത്രം. അടുത്ത വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 15-ന്റെ 7 വാ. ഈ പേജിൽ തന്നെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, എന്റെ വചനം നിങ്ങളിലും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത് നിങ്ങൾ വരയിടുവാണെങ്കിൽ ഈ വാക്കിന്റെ അടിയിൽ മാത്രം ഇട്ടാൽ മതി, കിട്ടും എന്ന വാക്കിന്റെ അടിയിൽ മാത്രം. മറ്റേ വാക്ക് ചെയ്തു തരുമെന്നായിരുന്നു. ഈ വാക്കിനകത്ത് പറയുന്നു, സ്തോത്രം, നിങ്ങൾക്ക് ചിലത് കിട്ടും, നിങ്ങൾക്ക് ചിലത് കിട്ടും.
പ്രാർത്ഥിച്ചാൽ അതിന് അതിന് കുറെ ഡിമാൻഡുകളുണ്ട്. പക്ഷെ ആ ഡിമാൻഡുകളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് വിശുദ്ധന്മാരോടാ സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവരോടാ സംസാരിക്കുന്നത് എന്ന മനോബോധത്തോടെ ഞാൻ ആ വാക്യം പറയുക. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ചിലത് കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടാനുള്ള ഒത്തിരി കാര്യമുണ്ട്. കിട്ടിക്കഴിഞ്ഞില്ല. യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കരുത്. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമനാണ്. നിങ്ങൾ സംശയിക്കുന്നെങ്കിൽ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു കാണും. മിക്കവാറും എല്ലാം നിങ്ങൾക്ക് അപ്പച്ചൻ തരേണ്ടതെല്ലാം തന്നു കാണും, വീതമൊക്കെ കിട്ടിക്കഴിഞ്ഞു കാണും. സ്തോത്രം. പക്ഷേ കർത്താവിന്റെ ആത്മാവ് നിങ്ങൾ പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഇനിയും പലതും കിട്ടാനുണ്ട്. എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളൊരു മൂഡിൽ ഇരിക്കരുത്. എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തക്കകത്തും ഇരിക്കരുത്. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എനിക്കത് കിട്ടാനുണ്ട്. സ്തോത്രം. ബാക്കി എങ്ങൊന്നും കിട്ടാനില്ല. കടം ചോദിച്ചാൽ പോലും ആരും തരികയില്ല. അവരാരും ഒന്നും കിട്ടുമെന്ന് വിചാരിക്കരുത്. പക്ഷെ കർത്താവിന്റെ ഭണ്ഡാരം നിറഞ്ഞിരിക്കുക. സ്തോത്രം. അവിടെ നിന്ന് ചിലത് കിട്ടാനുണ്ട്. അത് കിട്ടാനുള്ള വഴി എന്നോട് ചോദിക്കുക. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുക, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. സ്തോത്രം. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. 13-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ എബ്രായ ലേഖനം 13:19 പറയുന്നത് ഇപ്രകാരമാണ്. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 13:19 എഴുതിയിരിക്കുന്നത്, സ്തോത്രം, നിങ്ങളൊന്ന് വായിച്ചാൽ, ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാന്നായിരിക്കും ആ വാക്യങ്ങളെ. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വാക്ക് കേട്ടോ. എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് ആണെന്നാണ് പൊതുവിൽ വിശ്വസിക്കുന്നത്. പൗലോസ് ആണെന്ന് അനുമാനിച്ചുകൊണ്ട് എഴുതാം. തർക്കം ഉണ്ടാക്കാര്യത്തിൽ അത് നമുക്ക് തർക്കത്തിലേക്ക് പോകണ്ട. പൗലോസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എഴുത്തുകാരൻ പറയുകയാണ്, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പൗലോസ് ഇപ്പൊ ഇത് എഴുതുമ്പോൾ, പൗലോസ് ആണെങ്കിൽ എവിടാണ് എന്താണെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ അത്രയും പശ്ചാത്തലം ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഈ എഴുത്തുകാരനെ കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. കിട്ടിയാൽ ഗുണമുണ്ട്. ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്തോത്രം ശുശ്രൂഷയിൽ ഒരുപാട് വിടുതലുകളുണ്ട്. അപ്പൊ ആ സഭയ്ക്ക്, എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഈ ശുശ്രൂഷകനെ കിട്ടിയാൽ പല ഗുണമുണ്ട്. അവനെ കിട്ടണമെങ്കിൽ പറഞ്ഞിരിക്കുന്നത് വണ്ടിക്കൂലി അയച്ചതാ, വിസ എടുത്തതാന്നല്ല പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടും. അപ്പൊ ഞാൻ നിങ്ങളോട് ആ വാക്ക് പറയട്ടെ. നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണോ? സ്തോത്രം. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചിലരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. നിങ്ങളുടെ ചർച്ചിൽ ചിലര് ഒരുപക്ഷെ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നവരായിരിക്കും. എന്തോ കാര്യം പറഞ്ഞ് ഒരുപക്ഷെ അവർ മാറി നിൽക്കുകയായിരിക്കും. ആ പുകഞ്ഞ പൊള്ളി പുറത്തൊന്നും പറഞ്ഞ് കണക്കാക്കുന്നവൻ അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ വേദപുസ്തകത്തിന്റെ വാക്ക ഞാൻ പറയുന്നത്, വിശദീകരിക്കുന്നുള്ളൂ, അല്ലാതെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. എഴുത്തുകാരൻ പറഞ്ഞു എബ്രായ ക്രിസ്ത്യാനിയോട്, പ്രാർത്ഥിക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹപ്രായം എത്തി നിൽക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് ഒരു ജീവിത പങ്കാളിയെ കിട്ടണമെങ്കിൽ, മാനുഷികമായി ചെയ്യുന്നതിനൊന്നും തെറ്റില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിന്റെ വ്യൂ, നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. നിങ്ങൾക്ക് കിട്ടും. യേശു പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ എന്ത് ഗുണം? വിചാരിക്കാത്ത പലതും കിട്ടും. കിട്ടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന പലതും കിട്ടും. ഒരു വ്യക്തിയെ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് പലരും മുമ്പിൽ കയറി
സ്തോത്രം. മുമ്പോട്ട് കയറി പ്രൊമോഷനൊക്കെ വാങ്ങിച്ച് നല്ല നല്ല സ്ഥാനത്ത് പോകുമ്പോൾ നിങ്ങളെ എന്തുകൊണ്ടോ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും പുറകെ പോകരുത്. ദൈവത്തോടൊരു വാക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ പറയ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് ദൈവമായ കർത്താവ് ഏത് വൻപന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ടത് ദൈവം മേടിച്ചു തരും. നിങ്ങളുടെ കടലാസോ സർട്ടിഫിക്കറ്റോ എവിടെയെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പ്രൊമോഷനോ ഉയർച്ചയോ ഇൻക്രിമെന്റോ പിടിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബ സമാധാനം പോയിരിക്കുന്നെങ്കിൽ, കിട്ടുമെന്നാ പറഞ്ഞത്, പോകുമെന്നല്ല. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. എന്ത് കിട്ടണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ആരോഗ്യം വേണോ? സൗഖ്യം വേണോ? ഇച്ഛിക്കുന്നതെന്നല്ലേ പറഞ്ഞത്? യേശു അല്ലേ പറഞ്ഞത്? ഇനി ആര് വിമർശിച്ചാലും യേശു പറഞ്ഞ കാര്യം, എന്റെ കർത്താവേ എനിക്ക് ആയുസ് വേണം, നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ആരോഗ്യം വേണം, നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ആത്മാക്കളെ വേണം. എന്നോട് ചോദിക്കാനല്ലേ ദൈവം പറയുന്നത്? ഈ വാക്കുകളെയൊക്കെ നമ്മൾ വെറും വാക്യമത്സരത്തിന് മനഃപ്പാഠം പഠിക്കുന്ന വാക്യങ്ങളായിട്ട് കാണരുത്. ജീവിതത്തിന്റെ അർത്ഥമുള്ള വാക്കായി കാണണം. താൽമാവിൽ പറയണം, യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടും. എങ്ങനെ കിട്ടും? ഞാൻ പ്രാർത്ഥിച്ചാൽ കിട്ടും. ഇന്ന കാര്യം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. സ്തോത്രം. നിങ്ങൾക്ക് കൃപാവരം വേണോ? ശുശ്രൂഷ വേണോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കും. വീട്ടിൽ ഒതുങ്ങി ബ്രദറെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആന്റിമാരെ, അമ്മമാരെ, പ്രിയപ്പെട്ടവരെ, വീട്ടിനകത്ത് ഒതുങ്ങിയാൽ ഒതുങ്ങി, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ചിലത് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ ദൈവം കൊണ്ടിരുത്തിയിരിക്കുക. കർത്താവ് പറയുന്നു, എന്നോട് ചോദിക്ക്, നിങ്ങൾക്ക് കിട്ടുമെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമായി നമ്മൾ ദൈവസന്നിധിയിൽ മനസ്സിലാക്കാൻ ശ്രോത്രഹാലിലെ ഇടയാക്കി തീർക്കണം, മനസ്സിലാക്കണം. രണ്ടാമത്തത്, കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സ്തോത്രം. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 21 അധ്യായം 36 വാക്യം. ലൂക്കോസിന് സുവിശേഷം 21 അധ്യായം അതിന്റെ 36 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. മൂന്നാമത്തെ കാര്യം, സ്തോത്രം, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ വാക്യത്തിൽ വരയിടുന്നെങ്കിൽ ഒഴിഞ്ഞു പോകുവാൻ എന്ന വാക്കിന്റെ അടിയിൽ വരയിടുക, പ്രാപ്തരാകുവാൻ എന്ന വാക്കിന്റെ അടിയിൽ വരയിടുക. രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ രണ്ട് കാര്യം നടക്കും. ഒന്ന്, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകും. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നമ്മൾ ആ വിഷയത്തിൽ ചെന്ന് പെടരുത്, നമ്മൾ അതിനകത്ത് പെട്ടുപോകരുത്. സംഭവിപ്പാനുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അതിന് ദൈവമായ കർത്താവ് വെച്ചത് ഇങ്ങനെയാണ്. നമ്മൾ ഉറങ്ങാതെ ഉറക്കം അളച്ച് കാത്തിരിക്കണമെന്നോ, നമ്മളൊരു 20,000 രൂപ ശമ്പളത്തിൽ ഒരാളെ ഗേറ്റിങ്കിൽ കാവൽക്കാരനായി വെക്കണമെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസം കൊണ്ട് അവിശ്വാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കിതാണ്, ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകണം. നമ്മൾ അറിയാതെ ചെന്ന് കയറുന്ന ചില വിഷയങ്ങളുണ്ട്. ചില അറിയാതൊരു വാക്ക് പറഞ്ഞാൽ മതി, അത് മുറിവായി, വേദനയായി, പിണക്കമായി, അകൽച്ചയായി. എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചാലാണ് ആത്മീകനായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന് അറിയോ? അപ്പൊ ആ കാര്യങ്ങളിൽ നിന്ന് ഒഴിയണം. എൻ്റെ വാക്ക് പോലും ചില വിഷയത്തിൽ ചെന്ന് വീടരുത്. പോകുമ്പോൾ വെറും നമ്മൾ മനസ്സറിഞ്ഞ കാര്യമല്ല, ചില അനർത്ഥങ്ങൾ, അപകടങ്ങൾ. എത്രയോ പിള്ളേര് പോലും ചില ട്രാപ്പിൽ ചെന്ന് വീടുന്നെന്നറിയാം. കുടുംബജീവിതത്തിനകത്ത്, ശുശ്രൂഷാ ജീവിതത്തിനകത്ത്, ആത്മീകതയ്ക്കകത്ത് ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എത്രയോ പേര് വീഴും. പക്ഷെ കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഒഴിച്ചു വിടും. അവൻ അതിനകത്ത് വീഴാതിരിപ്പാൻ. ചിലതിനകത്ത് ചെന്ന് പെട്ടിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രാവിലത്തെ പ്രാർത്ഥനയിൽ, കർത്താവേ, ഇന്ന് എത്രയോ പേരോട് ഇടപെടേണ്ടി വരും, ഇന്ന് എവിടെയൊക്കെ പോകേണ്ടി വരും, ഇന്ന് ആരുടെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഇന്ന് എത്രയോ ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഇന്ന് ഏതെല്ലാം കടലാസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും, ഏതൊക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, നാഥ,
ഈ ദുഷ്ടലോകത്തിൽ എന്നെ ഇല്ലാതാക്കാൻ, എന്നെ കുറച്ചു കളയാൻ, എന്നെ നശിപ്പിച്ചു കളയാൻ ശത്രു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ അതിനകത്തുനിന്ന് ഒഴിച്ചു വിടണമേ. കാരണം എനിക്കതിന് ജ്ഞാനമില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് അതിന് ജ്ഞാനമില്ല. അതുകൊണ്ട് സ്വർഗം ചില വിഷയത്തിൽ നിന്ന് ഒഴിച്ചു വരണമെങ്കിൽ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ നിന്ന് ഒഴിഞ്ഞു പോകും. ഞാൻ അത് തന്നെ ആത്മാവിൽ പറയാം. സ്തോത്രം. പതുങ്ങിയിരിക്കുന്ന ചില വിഷയത്തിൽ നിന്ന്, ആരെ വിഴുങ്ങേണ്ടെന്ന് ഭാവിച്ച് പമ്മിയിരിക്കുന്ന ചില ദുഷ്ടന്റെ വലയ്ക്കകത്ത് നിന്ന് ഇന്നത്തെ യോഗത്തിൽ ഈ കാര്യം പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വല കീറി പക്ഷി രക്ഷപ്പെടുന്നത് പോലെ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോട്ടെ. യേശുവിൻ നാമത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. തലയ്ക്ക് മീതെ നിൽക്കുന്ന ചില ഭാരങ്ങൾ, ചില വിഷയങ്ങൾ ഇന്ന് രോഗമായി പ്രത്യക്ഷപ്പെടാൻ, അതിന് പണം ചെലവഴിക്കാൻ, നിരാശയ്ക്ക് കാരണമാക്കാൻ, ആരോഗ്യത്തെ ബാധിക്കാനൊക്കെ നിൽക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ജനത്തിന്റെ മേൽ നിന്ന് ചിലത് ഒഴിഞ്ഞു പോട്ടെ. ഒഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോട്ടെ. കർത്താവിനെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. എന്നെ ചില വിഷയത്തിൽ നിന്ന് ഒഴിച്ചു വിടാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. ചില കാര്യങ്ങളിൽ നിന്ന് കർത്താവ് ഒഴിച്ച് വിടുതലിലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. മാത്രമല്ല, വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇങ്ങനെയാണ്, പ്രാപ്തരാകേണ്ടതിന്. ദൈവത്തിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് വിഷയം. പക്ഷെ നമുക്കതിനകത്തെ വാക്കുകൾ മാത്രം എടുത്ത് ദൈവത്തിന് ദൂത് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പ്രാപ്തരാകേണ്ടതിന്. അപ്പൊ ചില കാര്യത്തിന് നമ്മൾ ചിലതിനോട് എതിർത്ത് നിൽക്കാൻ പ്രാപ്തി വേണം. ശുശ്രൂഷ ചെയ്യാൻ പ്രാപ്തി വേണമെന്ന പൗലോസ് പഠിപ്പിച്ചത്. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ പ്രാപ്തരാക്കി. ഇങ്ങനെ എത്രയോ വാക്കുകളാ പ്രാപ്തിയോടെ ബന്ധത്തിൽ പറയുന്നതെന്നറിയാമോ? അങ്ങനെ ചില കാര്യങ്ങളിൽ നമുക്ക് എതിർത്ത് നിൽക്കണം. ചില വിഷയങ്ങളിൽ നമുക്ക് നേരെ നിന്നേ പറ്റൂ. അതിന് പ്രാപ്തിയില്ലാതെ പോയാൽ നമ്മൾ വീണു പോകും. പക്ഷെ കർത്താവിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുമ്പോൾ പ്രാപ്തി ഉണ്ടാവും. ചില കാര്യങ്ങൾ നിറവേറാൻ ആത്മാക്കളെ നേടണോ, ദൈവകൃപയിൽ നിറയണോ, പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കണോ, വചനം വെളിപ്പെടുത്തണോ, ഇതെല്ലാം ദൈവം തരുന്ന പ്രാപ്തി. ആരുടെയും കഴിവല്ലെന്ന്, ആരുടെയും പ്രത്യേക കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ പ്രാപ്തിയാണ്. അപ്പൊ അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ടെസ്റ്റ് എഴുതി കിട്ടിയതല്ല, പ്രാർത്ഥിച്ച് കിട്ടുന്നതാ. ആരുടെ മുമ്പിൽ നിൽക്കാനും, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനും പ്രാപ്തി വേണം. അത് പ്രാർത്ഥനയിലാ കിട്ടുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ പിശാചിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയല്ലേ? നിങ്ങളുടെ വിചാരം എന്താ? കർത്താവ് നമ്മുടെ സ്വന്തം ആളാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ വാക്യം അനുസരിച്ച് മറ്റു ചില വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. അവിടെ നിൽക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ, പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏത് ശക്തിയുടെ മുമ്പിലും നിൽക്കാം, ഏത് പിശാചിന്റെ മുമ്പിലും. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ ദേശത്ത്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ, ഏത് ഫറവോന്റെ മുമ്പിലും, ഏത് ബാബേൽ രാജാവിന്റെ മുമ്പിലും, ഏത് പ്രതികൂലത്തിന് മുമ്പിലും നിൽക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് പ്രാർത്ഥനയാണ്. ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങളുടെ മുമ്പിൽ നിന്നേ പറ്റൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, എങ്ങനെ ഞാനത് നിൽക്കുമെന്ന് വിചാരിക്കരുത്. പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്തിന്റെ മുമ്പിൽ നിൽക്കാം. യേശുവിന്റെ നാമത്തിൽ ചില ദിവസങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് അതിനുള്ള കഴിവ് ദൈവം തരും. അപ്പൊ യേശു പറഞ്ഞ മൂന്നാമത്തെ വാക്യമാണ്, പ്രാർത്ഥിക്ക്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്, കഴിയുന്നിടത്തോളം സദാകാലം പ്രാർത്ഥിക്ക്. അപ്പോൾ ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും, തീർന്നില്ല. നിങ്ങൾക്ക് ഭയങ്കര പ്രാപ്തി ഉണ്ടാകും. നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നാലാമത്തെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു വിട്ട വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, 17-21. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാണ്. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. യേശു പറയുന്നു, പ്രാർത്ഥിച്ചാൽ ജാതി എന്നവിടെ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അത്രേ വന്നോളൂ.
അതിനെ ആത്മലോകത്ത് നിൽക്കുന്ന ഡിമോണിക് സാത്താന്യമായിരിക്കുന്ന കാര്യങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തമിഴ് ബൈബിളിൽ പിശാജ് എന്നാണ് ജാതിക്ക് പോലെ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു. എന്താണെങ്കിലും കർത്താവിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീങ്ങിപ്പോകേണ്ട ചില വിഷയങ്ങളുണ്ട്, നീങ്ങിപ്പോകേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ മുമ്പിൽ നിന്ന് സ്തോത്രം നിൽക്കുന്ന ചില, എന്താ പറയാ, സ്തോത്രം, ചില തടസ്സങ്ങൾ. ആ തടസ്സങ്ങൾ നീങ്ങിപ്പോണം. ചില 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 പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ, തടയുന്ന ചില ശക്തികൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, മുന്നോട്ട് വിടാത്ത ചില തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ, അത് നീങ്ങിപ്പോണം. അത് നീങ്ങിപ്പോണമെങ്കിൽ ഉപവാസത്തോടു കൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിന്റെ ഫ്ലോയെ, നിന്റെ ആത്മീക ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ആ ഫ്ലോയെ തടയുന്ന ചില വിഷയങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോണം. ഏതെങ്കിലും വിഷയങ്ങൾ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിൽ നിന്ന് നീങ്ങിപ്പോണം. നിങ്ങളുടെ ഇന്നത്തെ ദൂതനകത്ത് നിങ്ങൾക്ക് ഇനി ഇത് മാറിപ്പോകുമോ, ഇതിനി മരണം വരെ കൂടെ ഉണ്ടാകുമോ, ഇതിനി ഒട്ടിപ്പിടിച്ചിരിക്കുമോ, ഇതൊന്നും ചിന്തിക്കരുത്. യേശു പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാവൂ. കർത്താവ് പറഞ്ഞു, ഏത് പിശാചും ഉപവാസിച്ച് പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോകും. നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറി നിൽക്കുന്ന ചില വിഷയങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് കല്ലുരുണ്ടു പോകുന്നത് പോലെ പോണം, എൻ്റെ ആന്തരിക അവയവത്തിൽ നിന്ന് പോണം, എൻ്റെ രക്തത്തിൽ നിന്ന് മാറിക്കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ തടസ്സമായി നിൽക്കുന്നു. എത്ര പലിശ കൊടുത്താലും തീരുന്നില്ല, എത്ര അടച്ചിട്ടും നികലുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ചില വിഷയങ്ങൾ നീങ്ങിപ്പോണം. നിങ്ങളുടെ ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്ന കാര്യങ്ങളുണ്ടോ? നിങ്ങളെ തടയുന്ന വിഷയങ്ങളുണ്ടോ? നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഏതെങ്കിലും ശാസ്ത്ര തടസ്സങ്ങൾ ആ വിധത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നീങ്ങിപ്പോണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ 2-3 മിനിറ്റുകൾ ദൈവസന്നിധിയിൽ നീങ്ങിപ്പോകേണ്ട ചില വിഷയങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് നോക്കി. കർത്താവ് ചില കാര്യങ്ങളെ നീക്കിക്കളെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബാക്കി എല്ലാവരും മിടുക്കരാണ്, എല്ലാ കാര്യത്തിലും മിടുക്കരാണ്. പക്ഷേ സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സ്തോത്രം, കർത്താവിന്റെ സന്നിധാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്ര ഹല്ലേലൂയ. ചില ഒബ്സ്റ്റാക്കിൾസ്, ചില മാർഗതടസ്സങ്ങൾ അത് മുമ്പിൽ നിൽക്കുക, അത് കയറി വരാൻ പറ്റുന്നില്ല. പണ്ടേ ജയിച്ചു പോകേണ്ടതാ, പണ്ടേ പേപ്പർ കിട്ടേണ്ടതാ, പണ്ടേ ആ നന്മ കിട്ടേണ്ടതാ. പക്ഷേ ചില കാര്യങ്ങൾ, ആ ഒബ്സ്റ്റാക്കിൾസ് ശരിക്കും തടസ്സമുണ്ടാക്കുന്ന ചില വിഷയങ്ങൾ, അത് ആരുടെ മുമ്പിൽ നിൽക്കുന്നോ അത് നീങ്ങിപ്പോണം. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ത്യൻ ടൈം 6:30 മണിയാകുന്നു. നിങ്ങളുടെ ഖത്തറിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് സരി ഒരുപക്ഷെ 4 മണിയാകിയായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പണ്ടൊരു ശതാധിപൻ പറഞ്ഞപ്പോൾ സ്തോത്ര ഹല്ലേലൂയ, യേശു നിന്നിടത്ത് നിന്ന് പറഞ്ഞു, വീട്ടിൽ ചെന്ന് സമയം നോക്കിയപ്പോൾ കൃത്യം പറഞ്ഞ സമയം എന്നതുപോലെ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തോ വീട്ടിലോ മക്കളെ വിവാഹം ചെയ്തയച്ച വീട്ടിലോ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്തോ എവിടാണെങ്കിലും ചില വിഘ്നങ്ങൾ, സ്തോത്ര ഹല്ലേലൂയ, അതാണ് വാക്ക് വിഘ്നം എന്നൊരു വാക്ക്. ഈ ഒബ്സ്റ്റാക്കിൾസ് എന്ന വാക്കിന് എന്റെ മുമ്പിൽ ഞാൻ ഡിക്ഷണറി തുറന്നു വെച്ചിരിക്കുക. അതിനകത്ത് വിഘ്നം എന്നൊരു വാക്കുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആ വാക്കിന് മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്ന, ഞാൻ പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വരുമായിരുന്നു, 1 രാജാക്കന്മാരുടെ പുസ്തകം. അതിനകത്ത് ഒരു വാക്കുണ്ട്. സ്തോത്രം. 1 രാജാക്കന്മാർ 5-ാം അധ്യായം, 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന ഡിക്ഷണറിക്കകത്ത് ഒബ്സ്റ്റാക്കിൾസ് എന്ന വാക്കിന് മലയാളത്തിൽ കിടക്കുന്ന വാക്കാണ് വിഘ്നം. അത് ബൈബിളിൽ കണ്ടത് 1 രാജാക്കന്മാർ 5:4. ശലോമോൻ രാജാവ് തന്റെ അപ്പനെ കുറിച്ച് സ്തോത്രം ഹീരാമിനോട് ഒരു കാര്യം പറയുക. അതാണ് ഈ 5-ാം അധ്യായത്തിന്റെ വിഷയം. എന്താ വിഷയം എന്നറിയാമോ? എന്റെ അപ്പന്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഒരാലയം പണിയണമെന്ന്. അപ്പൻ ഭയങ്കര യുദ്ധവീരനായിരുന്നു, എന്ത് മനസ്സിൽ കണ്ടാലും നേടുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വലിയൊരു ആഗ്രഹമായിരുന്നു ആലയം പണിയണം.
പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് അത് പണിയാൻ പറ്റിയില്ല. അതിന്റെ ദൈവശാസ്ത്രപരമായി ദൈവം പറഞ്ഞു നീ പണിയണ്ട, നീ ഒത്തിരി, അതൊക്കെ ശരിയാണ്. പക്ഷെ ശലോമോൻ പറഞ്ഞ വാക്കാണ്, സോർ രാജാവായിരിക്കുന്ന ഹീരാമിനോട് പറഞ്ഞു, അന്ന് എൻ്റെ അപ്പന്റെ കാലത്ത് പ്രതിയോഗി ഉണ്ടായിരുന്നു, വിഘ്നം ഉണ്ടായിരുന്നു. മലയാളത്തിൽ 5:4 1 രാജാക്കന്മാർ, മലയാളം ബൈബിളിൽ വിഘ്നം എന്ന വാക്ക്, ഒബ്സ്റ്റാക്കിൾ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. അതുകൊണ്ട് ആലയം പണിയാം എന്നാണ് അദ്ദേഹം അവർ രാജാക്കന്മാർ രണ്ടുപേരും സംസാരിക്കുന്നത്. 2 രാജാക്കന്മാരുടെ ഖജനാവിൽ പണം കിടന്നാലും ചില പണികൾ നടക്കുകയില്ല. കാശല്ല വിഷയം, പണിക്കാരെ കിട്ടാത്ത അല്ല വിഷയം, അവിടത്തെ വിഷയം ഒബ്സ്റ്റാക്കിൾ, തടസ്സമുണ്ടാക്കുന്ന, വിഘ്നമുണ്ടാക്കുന്ന വിഷയം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കുകയില്ല, അതിന് വിഘ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ ആ വിഘ്നം നീങ്ങണം. അപ്പന്റെ കാലത്ത് കുടുംബത്തിൽ കയറി വന്ന ചില ഒബ്സ്റ്റാക്കിൾ, ആ വാക്ക് ഞാൻ തപ്പിയെടുത്തത്, എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, ഞാൻ ഡിക്ഷണറി നോക്കിയെടുത്തതാ. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ആ വിഘ്നം നിന്റെ കാലത്ത് നീങ്ങണം. അതാണല്ലോ ശലോമോനോട് പറയുന്നത്, ഇപ്പോൾ ഒരു വിഘ്നമില്ല. നിന്റെ അപ്പന്റെ കാലത്ത് എന്ത് ചെയ്താലും നടക്കില്ലായിരുന്നു, എന്താഗ്രഹിച്ചാലും നിറവേറില്ലായിരുന്നു. നിന്റെ കാലത്തും അങ്ങനെ തന്നെ. നിന്റെ മക്കളുടെ കാലത്തേക്ക് അത് വെച്ചിട്ട് പോകരുത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ യേശു പറയുന്ന വാക്ക്, ഉപവാസത്താലും പ്രാർത്ഥനയാലും ചില ഒബ്സ്റ്റാക്കിൾസ്, ചില മാർഗതടസ്സങ്ങൾ, ചില ശുശ്രൂഷക്കെതിരെ നിൽക്കുന്ന വിഷയങ്ങൾ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കെതിരെ നിൽക്കുന്ന വിഷയങ്ങൾ, നന്മയ്ക്കെതിരെ നിൽക്കുന്ന വിഷയങ്ങൾ, ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന വിഷയങ്ങൾ, ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഘ്നം നീങ്ങിയാൽ പണി നടക്കും. വിഘ്നം നീങ്ങിയാൽ ഉയർച്ചയുണ്ടാകും. അത് നീങ്ങിയാൽ നീ സ്വസ്ഥമാകും, നിന്റെ മൈൻഡ് ഫ്രീ ആകും. ജോലി സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കത്തില്ല, പക്ഷെ എന്ത് ചെയ്താലും പണിത് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അവസാനം ഒരു വലിയ തകർച്ച, ഒരു വല്ലാത്ത സ്ഥിതി. അതിന് നേരിടുന്ന പ്രശ്നത്തെ, ആ വലിയ തടസ്സത്തെ ഇന്ന് പ്രാർത്ഥിച്ച് അതിനെ ഒഴിവാക്കുക. ഒഴിഞ്ഞു പോകും, അല്ല, സ്തോത്രം, നീങ്ങിപ്പോകും എന്നാണ് അവിടുത്തെ വാക്ക്. നീങ്ങിപ്പോകും, ചില കാര്യങ്ങൾ നീങ്ങണം. ഇത് 4-മത്തത്. 5-മത്തതൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 18-19 വായിക്കും. 18-19. എന്നാൽ അത് ശീതകാലത്ത് സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ആകും. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. ഞാൻ അതിന്റെ സമ്മറി, ആ വാക്കുകളുടെ ഇത് പറയാം. യേശുക്രിസ്തു യഹൂദന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, മഹോപദ്രവകാലം വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശു ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ആ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ശീതകാലത്ത് സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിക്കുന്ന 18 പറഞ്ഞത് യേശു. എന്നിട്ട് താഴേക്ക് പറഞ്ഞു, ആ നാളുകൾ ചുരുങ്ങാൻ കർത്താവ് ചുരുക്കിയില്ലെങ്കിൽ ഒരു ജനവും രക്ഷപ്പെടുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ പറയാം, പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ ചുരുങ്ങിക്കിട്ടും. അല്ലെ, ആ വാക്ക് അങ്ങനെ തന്നെയാ. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ലെങ്കിൽ, ഡോക്ടർ പറഞ്ഞു കാണും 5 കൊല്ലം ഇതിന് മരുന്ന് കഴിക്കണം. 5 കൊല്ലം മരുന്ന് കഴിക്കുമ്പോഴേ നമുക്ക് വേറെ രോഗം വന്നോളും ഈ 5 കൊല്ലത്തെ മരുന്നും കൊണ്ട്. പക്ഷെ യേശു പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ ചുരുങ്ങിക്കിട്ടും. അകമഴിഞ്ഞ് വിശ്വസിക്കുകയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കേണ്ടത് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ട് തീർന്നു കിട്ടും. കർത്താവ് ചുരുക്കി തരും. നിങ്ങൾ ലോൺ എടുത്തപ്പോൾ
നിങ്ങൾ ലോൺ എടുക്കുന്നവരാണെന്ന് അറിയില്ല. സ്തോത്രം. എന്നാലും ലോൺ എടുത്തപ്പോൾ 10 കൊല്ലത്തേക്ക് എടുത്തത്. ഇതിങ്ങനെ അടച്ചടച്ച് കൂട്ടി. പക്ഷെ ദൈവം തമ്പുരാന്റെ കൃപയെ പ്രാർത്ഥിച്ചാൽ 4-ാം കൊല്ലം ലോൺ തീർന്നു കിട്ടും. എഴുതി തള്ളുവൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടാവും. പക്ഷെ നമ്മള് 10 കൊല്ലം അടച്ച് നേർച്ചയിട്ടേ അടങ്ങത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അടച്ചോ, നോ പ്രോബ്ലം. നിങ്ങൾ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ പലിശക്കാർ കൊണ്ടോട്ടെ. പക്ഷെ അതല്ല, ചില നാളുകൾ ചുരുങ്ങിക്കിട്ടുമെന്ന്. 10 കൊല്ലം കൊണ്ട് തീരേണ്ട സംഭവം 4-ാം കൊല്ലം തീർന്നു കിട്ടും. സ്തോത്രം. ഡോക്ടർ പറഞ്ഞു ഇതിന് 2 കൊല്ലത്തെ ചികിത്സയാണ്. ആയുർവേദമാണെങ്കിൽ പറയുകയും വേണ്ട. പക്ഷെ കർത്താവ് ഇടപെട്ടാൽ 6 മാസം കൊണ്ട് തീരേണ്ടത് 6 ആഴ്ചക്കുള്ളിൽ തീർന്നു കിട്ടും. അപ്പൊ ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യത്തിന്റെ വാക്ക് കിടക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾ ഈ വാക്യത്തിന് വരയിടുമെങ്കിൽ ചുരുങ്ങിയിട്ട് ഇല്ലെങ്കിൽ എന്നുള്ള വാക്ക്, ആ വാക്കിന്റെ അടി വരയിടണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ ചുരുങ്ങും. ചെറുതെളിച്ച് പറയാം, എല്ലാ പിള്ളേർക്കും 10 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ദൈവം അത് ചുരുക്കി തരും. നിനക്ക് 2.5 ലക്ഷം രൂപ കൊടുത്താൽ മതിയായിരിക്കും. പ്രാർത്ഥിച്ചിട്ട് പോകാൻ നോക്ക്. ഈ വിഷയത്തെ വെച്ച് പ്രാർത്ഥിച്ചു നോക്ക്. എല്ലാരും കൊടുക്കുന്ന നീ കൊടുക്കേണ്ട വരികയല്ല. നിന്റെ സീസൺ ദൈവം മാറ്റും. നിന്റെ പ്രയോറിറ്റിക്ക് മാറ്റം വരും. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതാ യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്. ഇത് സംഭവിക്കേണ്ടതാണ്, തിരിച്ചടക്കേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. പക്ഷെ ദൈവം അതിനകത്ത് വെട്ടിക്കിഴിക്കലുകൾ നടത്തിയാൽ നീ കൊടുക്കേണ്ടിടത്തോളം കൊടുക്കേണ്ട വരത്തില്ലല്ലോ. ഞാൻ 5 കാര്യങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞു. ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഉൽപ്പത്തിയത തുടങ്ങിയത് ദൈവമാണ് പറഞ്ഞത്. പ്രാർത്ഥനയുടെ ആവശ്യകത യേശുക്രിസ്തു പറഞ്ഞ 5 കാര്യം. ഈ 5 കാര്യങ്ങൾക്കകത്ത് പറഞ്ഞ കൊച്ചു കൊച്ചു വാക്കുകൾ, 5 വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. 1, ചെയ്തു തരും. 2, നിങ്ങൾക്ക് കിട്ടും. 3, ഒഴിഞ്ഞു പോകും. 4, നീങ്ങിപ്പോകും. 5, ചുരുങ്ങി വരും. പല കാര്യങ്ങളും. സ്തോത്രം. ചുരുങ്ങി വരും. നിങ്ങളുടെ വയറ്റിനകത്തൊരു മുഴയുണ്ടെന്ന് നോക്കിയോ, സ്കാൻ ചെയ്തപ്പോ ഇത്രയാ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചത് ചെയ്യല്ലേ. ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തായിരിക്കും, ഡേറ്റ് നിശ്ചയിച്ചായിരിക്കും. പക്ഷെ പ്രാർത്ഥിച്ചാൽ അത് ചുരുങ്ങി വരും. കൊച്ചു കാര്യമായിരിക്കും നിങ്ങളുടെ സ്തോത്രം സ്റ്റോൺ, ബ്ലാഡർ സ്റ്റോൺ വല്ലതും ഭയങ്കര സംഭവമായിരിക്കും. പ്രാർത്ഥിച്ചു നോക്കും. ഞാൻ അമിത വിശ്വാസത്തോടെ പറയുക. അതിനാണോ വൈകുന്നേരം യോഗം വെച്ചത് ചിന്തിക്കരുത്. പക്ഷേ എത്ര വലിയ കേസാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ചുരുങ്ങും. ആ വേദന ചുരുങ്ങും. ആ ശരീരത്തിലെ പാട് പോലും ചുരുങ്ങും. നിന്റെ ശരീരത്തിലെ തൊലിപ്പുറത്തുണ്ടായിരിക്കുന്ന വെള്ളപ്പാണ്ടുകൾ പോലും പ്രാർത്ഥിച്ചാൽ, ഓരോ ദിവസം കഴിയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകും. ഇത് പറഞ്ഞത് മനുഷ്യനല്ല, ഒരു കാലഘട്ടത്തിലേക്ക് അത് പറഞ്ഞതെങ്കിലും നമ്മുടെ പുസ്തകത്തിൽ കിട്ടിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ഇത് ഫലിക്കാനാ. ഞാൻ എൻ്റെ വാക്കുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ വാക്കുകൾ ലളിത വാക്കുകളാണ്. പക്ഷെ നിങ്ങളിത് വീട്ടിൽ ചർച്ച ചെയ്യണം. നിങ്ങളിത് പ്രാക്ടിക്കൽ ആക്കണം. ചുമ്മാ വൈകുന്നേരം പ്രാർത്ഥിച്ചെന്നല്ല, ഉപവാസം വെച്ച് 3 ദിവസം ഞാനും ഇരുന്നു എന്നല്ല. ഈ 5 വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എഴുതി വെക്കണം, ഹൃദയത്തിന്റെ ഭിത്തിയിൽ. എന്നിട്ട് പറയണം, ഈ 5 വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നന്നായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാമെങ്കിൽ. സ്തോത്രം. ചുമ്മാ അന്യായ കാശ് കൊടുത്ത് പെയിന്റ് അടിച്ച് സ്കെച്ച് പേന കൊണ്ട് ചുമ്മാ എഴുതി നശിപ്പിക്കരുത്, അപ്പം വഴക്കുണ്ടാക്കും. പക്ഷെ മര്യാദയ്ക്ക് എഴുതി വെക്കാമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ 5 എഴുതണം. എന്നിട്ട് ആ വാക്ക് മാത്രം നല്ല കളറായിരിക്കണം. ഏതാണെന്നറിയാമോ? ഞാൻ പറഞ്ഞ 5 വാക്കുകൾ കിട്ടും, സ്തോത്രം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ വാക്കുകളില്ലേ, ചെയ്തു തരും. എന്നിട്ട് അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. നാഥ, എന്ത് വിഷയം വന്നാലും രാഷ്ട്രീയക്കാരന്റെ പുറകെ പോകരുത്. അവൻ ചെയ്തു തരികയല്ല, ദൈവം ചെയ്തു തരും. ലോകത്തിൽ ആരും തരാനില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടും. ചില കാര്യങ്ങൾ ചുരുങ്ങി വരും. എന്ത് റിപ്പോർട്ട് നമ്മുടെ കൈ കിട്ടട്ടെ, ഞെട്ടരുത്. നാം ദൈവമക്കളാ, പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതിനുവേണ്ടി നീ അബിമേലെക്കല്ല, അബ്രഹാമാണ്. അങ്ങനെ മനസ്സിൽ സെറ്റ് ചെയ്യും. എന്നും ആരാണ്ടും പ്രാർത്ഥിച്ചെങ്കിലേ നമ്മൾ നിൽക്കത്തുള്ളൂ എന്നല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യേ. അബിമേലെക്ക് പ്രാർത്ഥന ആവശ്യമുള്ളയാൾ, അബ്രഹാം പ്രാർത്ഥിക്കുന്നയാൾ. ഇതിൽ ഏത് ഗ്രൂപ്പിൽ നിങ്ങൾ നിൽക്കുന്നു പറ. നാളെ മുതൽ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല,
ആരോടും പ്രാർത്ഥന ചോദിക്കണമെന്നല്ല. നിങ്ങൾ ഏത് ക്യൂവിലാണ് ഇപ്പൊ നിൽക്കുന്നത്? അഭിമേലേക്ക് നിൽക്കുന്ന ക്യൂവിലാണോ? എല്ലാവരുടെ മുമ്പിൽ കൊണ്ട് തല കാണിച്ചിട്ട് എല്ലാത്തിനും പ്രാർത്ഥിച്ച് അങ്ങനെ വല്ലോ? അതെയോ നിങ്ങൾ ഇപ്പുറത്തെ ക്യൂവിലേക്ക് മാറി നിൽക്കുവോ? ഇന്ന് മുതൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഇന്ന് ജീവിതത്തെ മാറ്റി മറയ്ക്കണം. കുഞ്ഞുങ്ങളെ പോലും കാര്യങ്ങളെ മാറ്റണം. ഈ 5 കാര്യങ്ങളെ നിങ്ങൾ ബൈബിളിൽ ശരിക്കും സ്കെച്ച് ചെയ്യണം. നിങ്ങളുടെ ഭിത്തിയിൽ, നിങ്ങളുടെ വീടിന്റെ ചുമരിൽ, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പറ്റുമെങ്കിൽ എഴുതി തൂക്കണം. ഈ വാക്കുകൾ യേശു പറഞ്ഞതാണ്. പൗലോസ് അല്ല, പത്രോസ് അല്ല, ഏതെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്ത ആളല്ല, യേശു പറഞ്ഞതാ. ഈ വാക്കുകളെ വിശ്വസിക്കണം, ജയാളിയാകണം. ഞാനിപ്പോ പ്രാർത്ഥിക്കാം. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആവശ്യമാണോ? കർത്താവ് എന്തെങ്കിലും ചെയ്തു തരണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടണോ? ഏതെങ്കിലും വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാനുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ നീങ്ങിപ്പോകാനുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ചുരുങ്ങിക്കിട്ടാനുണ്ടോ? എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല കർത്താവ്, ഇത്രയൊന്നും അടയ്ക്കാൻ പറ്റില്ല, എനിക്ക് ഇത്രയൊന്നും കൊടുക്കാൻ എൻ്റെ ഇല്ല, ചുരുങ്ങിക്കിട്ടണം. പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടയ്ക്കാം. വിശ്വസിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വാ തുറന്ന് പറ. കർത്താവിനോട് പറ, ഞങ്ങളുടെ ശമ്പളം ചുരുക്കമുള്ളൂ, പക്ഷെ എന്നെ കൊണ്ട് എൻ്റെ കുഞ്ഞിന്റെ ഇത്രയും കാര്യങ്ങൾ നടത്താൻ എന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയല്ല, ഇച്ചിരിയോടെ ചുരുക്കി തരാമോ എന്ന് ഒരു വലിയ കമ്പനി മുതലാളിയുടെ മുമ്പിൽ പോയല്ല ചോദിക്കേണ്ടത്, ഒരു ബാങ്ക് മാനേജറുടെ മുമ്പിലല്ല. യേശുവിനോട് പറ, എനിക്കിത് അടയ്ക്കാൻ പറ്റില്ല കർത്താവ്, എനിക്കിത് കൊടുക്കാനില്ല, എനിക്ക് ഇച്ചിരിയോടെ ചുരുക്കിത്ത. ദൈവം അത് ചെയ്യും. നിന്റെ ശരീരത്തിന്റെ പ്രയാസങ്ങൾ മുതൽ നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയും ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താപ്പച്ച, അനുഗ്രഹിക്കപ്പെട്ട, എനിക്ക് ഒരുപാട് പ്രിയരായ, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, ശുശ്രൂഷയെ സ്നേഹിക്കുന്ന, കർത്തൃദാസന്മാരെ ഒരുപാട് മാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് ഞാൻ പ്രസംഗിച്ചത്. ഞങ്ങൾ പ്രസംഗിക്കുക, എല്ലാവരും ചില വാക്കുകൾ ദൈവമക്കൾക്ക് വേണ്ടി എടുത്തു കാണിക്കുകയായിരുന്നു. കർത്താവേ, ഞാൻ ഈ വാക്കുകൾ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ 5 കാര്യങ്ങൾ റിജോയ്സ് മിനിസ്ട്രി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങട്ടെ. 2026 കയറുമ്പോൾ ദൈവം ഞങ്ങളെ പാകപ്പെടുത്തി സാറയ്ക്ക് വന്ന മാറ്റം പോലെ ഒരു ഭയങ്കര ചേഞ്ച് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വരട്ടെ. ശാരീരിക ബലഹീനത മുതൽ, രോഗം വരുത്തിയ കേടുപാടുകൾ മുതൽ, ജീവിതത്തിലേറ്റ പ്രത്യാഘാതങ്ങൾ നിമിത്തമുണ്ടായ മാനസിക സമ്മർദ്ദം മുതൽ, ഒറ്റപ്പെടലിന് നൊമ്പരം മുതൽ, ഒത്തിരി വേദന സഹിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ നിമിത്തം കരയുന്നവരും ദുഃഖിക്കും. എല്ലാ പ്രശ്നങ്ങളും കർത്താവ് വീട്ടിൽ വന്ന് മാറ്റിയേക്കണം. മാറ്റിയേക്കണം. ഈ ഇരിക്കുന്ന ജനത്തിൽ ഇത് ഭാഗ്യമുണ്ടാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.